ഇന്ന് നമ്മുടെ വിഷയമായിട്ട് വരുന്നത്, എനിക്ക് തന്നേക്കുന്ന വിഷയം വിശുദ്ധ കുർബാന ഒരു പഠനം. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ സംശയം, നിങ്ങൾക്ക് കുർബാനയെ പറ്റി പഠിപ്പിക്കണോ അതോ കുർബാനയിലെ വസ്തുക്കളെ പറ്റി പഠിപ്പിക്കണോ? കുർബാനയിലെ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഇതെനിക്കറിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്ന് രണ്ട് സാധനത്തിന്റെ പേര് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ എന്ന് പറയാൻ വേണ്ടിയാ. കുഷ്കുദിഷിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നതാ കുഷ്കുദിഷിൻ? കുഷ്കുദിഷിൻ എന്ന് പറഞ്ഞാൽ എന്നതാ അറിയത്തില്ല. പിന്നെ ഗുർത്തോ എന്ന് പറഞ്ഞാൽ എന്തുവാ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഈ തിരുമേനിമാരുടെയൊക്കെ തിരുശേഷി, പരിമള തിരുമേനിയുടെ തിരുശേഷിപ്പ് കൊണ്ടുപോകും, അതിന് പറയുന്ന പേരെന്താ? പറഞ്ഞോ? ഗ്ലൂസ്കുമോ എന്നൊക്കെ പറയും. അപ്പൊ ഇത് ഇനിയൊരു സമയം കിട്ടുമ്പോഴാവട്ടെ, കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം ഇന്ന് സമയം അതിക്രമിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പനാഗിയ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇനി അതിന് താഴോട്ട് ഓരോ, ഇതാണ് കുഷ്കുദിഷിൻ, ഇത് പ്രധാന ഓൾട്ടർ, ചിത്തോല, ദർഗ, ഇതൊക്കെ എന്തൊക്കെയാണെന്നും അതിനകത്തുള്ള എഴുത്തുകളും ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തൊരു ഷോട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാ. പക്ഷെ തൽക്കാലം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് കുർബാനയിലോട്ട് കയറാം. കുർബാന ആയിക്കോട്ടെ നമ്മുടെ പ്രധാന പഠന വിഷയമായിട്ട് തന്നിരിക്കുന്നത്. ശരി, കുർബാനയെ പറ്റി പ്രധാനമായിട്ടും കുർബാന എത്ര ഭാഗമായിട്ട് വിഭജിച്ചിരിക്കുന്നു? 3. ഒന്നാമത്തെ ഭാഗം രഹസ്യമായ തുയോബോ ശുശ്രൂഷ, രണ്ടാമത്തേത് പരസ്യമായ ശുശ്രൂഷ, മൂന്നാമത്തേത് വീണ്ടും സമാപനത്തിലെ രഹസ്യ ശുശ്രൂഷ. ഇങ്ങനെ 3ആയിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത്ര അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാവുന്നതാണോ? പ്ലീസ് എനിക്ക് ഒരു ഉപകാരം ചെയ്യണേ, നിങ്ങൾ ദയവേത് സംസാരിക്കല്ലേ. ഒരു ശകലം പോലും സംസാരിച്ചാൽ എൻ്റെ മൂഡ് പോവും, പിന്നെ അത് എനിക്ക് ക്ലാസ് എടുക്കാൻ ഒത്തിരി പ്രയാസമാണ്. ഈ കാര്യം നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മളപ്പോൾ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് തുയോബോയിലോട്ട് കയറുക. തുയോബോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രാവിലത്തെ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ജനങ്ങളോട് എന്തോ ചോദിക്കും? ജീവനുള്ള ബലി പരിശുദ്ധ സഭയ്ക്ക് മുഴുവനും ഞാൻ അർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് അച്ഛൻ കർത്തവ്യപ്പായ ഇട്ടുകൊണ്ട് ജനങ്ങളോട് എന്തോ ചോദിക്കും? ശുഭ്കോനോ. വായിക്കാൻ പറ്റണില്ല അല്ലേ? ഞാനത് എൻ്റെ ഇതിനകത്ത് ലാപ്ടോപ്പിൽ അത് റെഡ് വന്നപ്പോൾ ക്ലിയർ ആയിരുന്നു, ചോദിച്ചാൽ വൈറ്റ് ആക്കിയാൽ മതിയായിരുന്നു. പോട്ടെ, തൽക്കാലം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ശുഭ്കോനോ ശുശ്രൂഷ എന്ന് പറയും. ശുഭ്കോനോ ചോദിച്ച് ജനങ്ങളോട് അനുവാദം മേടിച്ച് ജനങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുക. ഇനി നടക്കാൻ പോകുന്നതാണ് തുയോബോ. തുയോബോയുടെ പ്രധാന ഭാഗത്തിലേക്ക് കയറുകയാണ്. തുയോബോ എന്ന് പറയുന്നത് രഹസ്യമായ ഒരുക്ക ശുശ്രൂഷ എന്നാണ് പറയുന്നത്. എഴുതിയെടുക്കാൻ പറ്റുന്നത്ര എഴുതിയെടുത്തോണം കേട്ടോ. രഹസ്യമായ ഒരുക്ക ശുശ്രൂഷ, വിശുദ്ധ കുർബാനയെ ഒരുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ശുശ്രൂഷയാണ് തുയോബോ ശുശ്രൂഷ എന്ന് പറയും. പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ള വരവ്, കൽപ്പന വാങ്ങുവാനായി മോശ സീനായ് മലയിൽ പ്രവേശിച്ച് അതിനുവേണ്ടി അവിടെ താമസിച്ചതിൻ്റെ ഒക്കെ പ്രതീകമായിട്ട് പിതാക്കന്മാര് ഇതിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് തുയോബോ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ വെളിയിൽ നോക്കുമ്പം മറയിട്ട് വെച്ചേക്കുന്നല്ലേ കാണത്തുള്ളൂ. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. തുയോബോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. വായിക്കാൻ പറ്റുമോ? മെൽക്കിസദേക്ക് വായിക്കാൻ പറ്റുമോ അല്ലേ? അപ്പുറത്തേത് അഹറോൻ ഓർഡർ എന്ന് എഴുതിയേക്കുന്നത്. ഒന്ന് മൽക്കീസദേക്കിന്റെ ക്രമവും മറ്റേത് അഹറോന്റെ ക്രമവും എന്ന് പറഞ്ഞ് 2 ക്രമമുണ്ട്. ഇനി നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ കണ്ട് പരീക്ഷയ്ക്ക് ഈ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൽക്കീസദേക്കിന്റെ ക്രമം എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്നതായി മൽക്കീസദേക്കിന്റെ ക്രമം? വിശുദ്ധ തുയോബോയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അപ്പവീഞ്ഞുകളെ ക്രമീകരിക്കുന്നുണ്ട്. അപ്പവും വീഞ്ഞും എടുത്ത് ക്രമീകരിച്ചു വെക്കുന്നതിന് പറയുന്ന പേരാണ് മൽക്കീസദേക്കിന്റെ ക്രമം എന്ന് പറയും. രണ്ടാമത്തേത് അപ്പുറത്തേത് അഹറോന്റെ ക്രമം എന്ന് പറയും. അഹറോന്റെ ക്രമമാണ് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഇടുന്നത്. ഇത് കൂടുതലായിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാ ഈ അപ്പവീഞ്ഞുകൾ എടുത്തതെന്നും ഒക്കെ ഉള്ളത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. മൽക്കീസദേക്ക് എന്ന് പറയുന്ന വ്യക്തി അബ്രഹാമിന്, അല്ലെങ്കിൽ ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന മൽക്കീസദേക്ക് എന്ന് പറയുന്ന വ്യക്തി അബ്രഹാമിന്, ശാലേം രാജാവായ മൽക്കീസദേക്ക് അബ്രഹാമിന് നടത്തിയ ബലിയാണ് അല്ലെങ്കിൽ നേർച്ചയാണ് ഈ പറഞ്ഞ അപ്പവും വീഞ്ഞും.
അതുകൊണ്ടാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അപ്പവും വീഞ്ഞും എടുത്ത് തുയോബോയ്ക്ക് ആദ്യത്തെ ഒരുക്ക ശുശ്രൂഷ നടത്തും. അതിനുശേഷം പൗരോഹിത്യ വസ്ത്രം ധരിച്ച് പിന്നീട് അതിനകത്ത് അച്ഛന്മാര് അപ്പം വീഞ്ഞുകളെ എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് തുയോബോയുടെ പ്രധാന ശുശ്രൂഷയായ സമർപ്പിക്കലിന്റെ ശുശ്രൂഷ തുടങ്ങുകയാണ്. സമർപ്പിക്കുന്ന ശുശ്രൂഷ തുടങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മൾ പള്ളിയിൽ കുർബാനയിൽ എപ്പോഴാ പേര് കൊണ്ട് കൊടുക്കുന്നേ? എപ്പോഴാ ഈ ഓർക്കുന്നവരുടെ പേരെ കൊണ്ട് കൊടുക്കുന്നത്? എപ്പോഴാ? തുയോബോ തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കണം. കാരണം അച്ഛൻ ഈ കൈകളിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഒരു ലെങ്തി അനുസ്മരണമുണ്ട്, ഒരു ലെങ്തി അനുസ്മരണ ശുശ്രൂഷ ഉണ്ട്. എൻ്റെ ക്രോസിൽ കിടപ്പുണ്ട്, പക്ഷെ എനിക്ക് തൽക്കാലം കാണിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഒരു ലെങ്തി അനുസ്മരണ ശുശ്രൂഷയുണ്ട്. അനുസ്മരണ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കുർബാനയ്ക്ക് പേര് തന്നവരുടെ പേരെല്ലാം ഓർക്കും. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെയും മധ്യസ്ഥതയിലുള്ള അനുസ്മരണമുണ്ട്, അവിടെയും ഈ ഓരോരുത്തരുടെയും പേരോർക്കും. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് ഇത് കുറിയലായസൻ ചൊല്ലി താഴെ വെച്ച് ധൂപ പ്രാർത്ഥന നടത്തുമ്പോഴും ഇതുപോലെ തന്നെ. ഇത് ഞങ്ങൾ അച്ഛന്മാർക്ക് പഠിക്കാനുള്ള, നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ള കാര്യമല്ല. ഏറ്റവും അവസാനമായിട്ട് കൗമായം ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഏത് തുടങ്ങുന്നതെന്നറിയാമോ? ഏത് പാടുന്നേ? വെള്ളമെന്നറിയുന്ന ശേഷം ഇപ്പൊ നമുക്കൊന്ന് ചുമ്മാ പാടി നോക്കാം. ഈ എൻ്റെ കൂടെ വന്ന അച്ചാതൻ ഇപ്പൊ അതിന്റെ നൃത്തം പ്ലേ ചെയ്യും. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പാടി നോക്കാം. നിറഞ്ഞോരീശോ നിൻവെളിവാ കാണുന്നു, വെളിവിയടിയ അഖില ഭാരമതാ വെളിവും നീ കാന്ത്യാനങ്ങളീ പാദൻ കതിരേശോ ഇത്രയും സമയമാകുമ്പോൾ നമുക്കറിയാം അച്ഛനകത്ത് തുയോബോ കഴിഞ്ഞു, കാപ്പ ഇട്ടിട്ടുണ്ട്, ധൂപപ്രാർത്ഥന നടത്താനായിട്ട് കയ്യിൽ ധൂപക്കുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്, കുന്തിരിക്കം ഇട്ടിട്ടുണ്ട്. ഇനി തുടങ്ങാൻ പോകുന്ന ശുശ്രൂഷയാണ് ഏത്? തുയോബോ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടാണ് പബ്ലിക് സർവീസ് അല്ലെങ്കിൽ പരസ്യ ശുശ്രൂഷ. ഇതിനെ രണ്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. പരസ്യ ശുശ്രൂഷയെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് വചനത്തിന്റെ ശുശ്രൂഷ, രണ്ട് അപ്പത്തിന്റെ ശുശ്രൂഷ. വായിക്കാൻ പറ്റുമോ? ശരി. വചനത്തിന്റെ ശുശ്രൂഷ, രണ്ടാമത്തേത് അപ്പത്തിന്റെ ശുശ്രൂഷ. റെഡി? ഇനി അതിന്റെ തൊട്ടടുത്ത് വചനത്തിന്റെ ശുശ്രൂഷയെ ലാറ്റിൻ വേർഡിൽ വിളിക്കുന്നതാണ് അവിടെ എഴുതിയേക്കുന്നത്. വായിക്കാൻ പറ്റുമോ? ആ ഒരു പുക പോലെ എഴുതിയേക്കുന്നതിനകത്ത് എഴുതിയേക്ക് വായിക്കാൻ പറ്റുമോ? മിസ കാറ്റിക്യൂമെനോറം. മിസ കാറ്റിക്യൂമെനോറം എന്ന് പറയും വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക്. കാറ്റിക്യൂമൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ പഠിതാക്കൾ, അവർക്ക് വേണ്ടിയുള്ള ക്രമമാണ്. അത് എവിടെ വരെയാ നിൽക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നത്? അപ് ടു നൈസിയൻ ക്രീഡ്. നൈസിയൻ ക്രീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വിശ്വാസ പ്രമാണം. അവിടെ വരെയാണ് വചനത്തിന്റെ ശുശ്രൂഷ വരുന്നത്. റെഡിയായോ? എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ, ഇല്ല നിങ്ങൾക്ക് ചോറുണ്ണാൻ പറ്റില്ല. ശരി, എഴുതി. അപ്പൊ നമ്മൾ പറഞ്ഞു പരസ്യ ശുശ്രൂഷ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് വചനത്തിന്റെ ശുശ്രൂഷ. വചനത്തിന്റെ ശുശ്രൂഷ വിശ്വാസ പഠിതാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. എപ്പ തുടങ്ങും? എവിടെ തുടങ്ങും? നിന്റെ മഹത്വമുദീക്കും. പാടിക്കേ. നിൽക്കണമവലഭാ. അപ്പൊ അച്ഛൻ ഉടനടി ഇങ്ങനെ പറയും, മറിയം ദിലൈതോ ക്യുഹാനോൻ ദാമൻദോ ഹേനു നഹവൻ ലോമ ഫീസോനെ ലോഫാൻ എസ്രാഹാമേലാൻ. അപ്പൊ നിങ്ങൾ എങ്ങനെ തുടങ്ങുന്നേ? പാടിക്കോ. സ്വർഗപിതാവിൻ മേഘസുധാ വചനമതാം രാജാധീശ. മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാം അന്നേരം എന്തോ കാണുന്നേ? അച്ഛൻ ധൂപക്കുറ്റി വീശി, എല്ലാവരെയും ധൂപക്കുറ്റി വീശി. അന്നേരം യേശുതമ്പുരാന്റെ ജനനം മുതലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമാക്കുന്നുണ്ട്. തുടങ്ങുന്ന പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അച്ഛൻ പറയുന്ന പ്രാർത്ഥന എങ്ങനെയാ?
നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോസ മുക്കിയ യോഹന്നാനും, അങ്ങനെ തൊട്ട് താഴോട്ട് യേശു തമ്പുരാന്റെ ക്രൂശാരോഹണം, ഉദ്ധാനം, ഏറ്റവും അവസാനം നമ്മൾ പറയുന്നത് എന്തോന്നറിയോ? റുക്കുദിശാ സഹിതം വന്നിതനെ. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തൃത്വനാമത്തിൽ കൊണ്ടുവന്ന് അത് അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത എന്തുവാ? തൊട്ടടുത്ത് ദൈവമേ നീ പരിശുദ്ധനാവുന്നു. എങ്ങനെയാ? നല്ലതുപോലെ നീട്ടിയ ചൊല്ലുന്നല്ലേ. അതിന് പറയുന്ന പേരാണ് ട്രൈസാഗിയോൻ എന്ന് പറയും. ട്രൈസാഗിയോൻ എന്ന് പറയും. ട്രൈസാഗിയോൻ. ട്രൈസാഗിയോൻ എന്ന് പറഞ്ഞാൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു എന്ന് പറയുന്നതിന്റെ പേരാണ് ട്രൈസാഗിയോൻ. നമുക്ക് ചൊല്ലി നോക്കാം. ട്രൈസാഗിയോൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പിന്നെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യും. ഇനി ഇതിന്റെ ഉത്ഭവം എവിടുന്നാന്നറിയാമോ? ഇതിന്റെ ഉത്ഭവം എവിടുന്നാന്നറിയാമോ? എവിടുന്നാ? ഇഗ്നാത്യൂസ് ന്യൂറോനോ എന്ന് പറയുന്ന പിതാവ് ദർശനത്തിൽ കണ്ടു. എന്താ കണ്ടെന്നറിയാമോ? യേശുതമ്പുരാന്റെ കബറടക്കത്തിന്റെ സമയത്ത് അരിമത്യക്കാരൻ യൗസോഫും പിന്നെ ആരായിരുന്നു? നിക്കോദിമോസ്. ഇവർ രണ്ടുപേരുടെ ചേർന്ന് യേശുവിനെ കബറടക്കുന്ന സമയത്ത് മേളിലുള്ള മാലാഖമാര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഈ 3 വരി: ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു എന്ന് വിളിച്ചു ചൊല്ലിയപ്പം അരിമത്യക്കാരൻ യൗസേപ്പും നിക്കോദിമോസിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ഞങ്ങളോട്. അങ്ങനെയാണ് ഈ പറയുന്ന ട്രൈസാഗിയോൻ ഉണ്ടായതെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. റെഡിയായോ? ഇനി എന്താ അടുത്ത? എന്തായിരിക്കും? കുറിയേലായിസോ. ഭൂവിലശേഷം. മതി 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 മതി. നിങ്ങൾക്ക് അപ്പൊ അറിയാം. അപ്പൊ അത് ആര് എഴുതിയതാ വായിക്കുന്നേ? അവിടെ എന്തുവായിരിക്കും വായിക്കുന്നേ? എങ്ങനെയാ? അപ്പോസ്തല പ്രവർത്തികളോ പൊതുലേഖനങ്ങളോ? വെരി ഗുഡ്. എനിക്ക് ഒത്തിരി സന്തോഷം. ഞാനതാ അച്ഛനോട് പറഞ്ഞേ, ഈ ഒത്തിരി പേര് വരുന്നതിലല്ല, നിങ്ങളെപ്പോലുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള എന്താ പറയുക അങ്ങനെ പേരുള്ളവർ വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് ഇന്ററാക്റ്റീവ് ആവുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ടും പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. അതിനകത്ത് 1-2 തെറ്റുകൾ നമ്മൾ വരുത്തുന്നുണ്ട്. ഭൂവില്ല. പിന്നെ എങ്ങനെ വരുന്നത്? പാടുന്നേ പാടിക്ക്. ഇപ്പൊ നിങ്ങൾ പാടിയത് ഭൂവില്ല ശേഷം എന്നാ. നമ്മുടെ ഈ പഴയ അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ പാടുന്നത് എങ്ങനെയാണെന്നറിയോ? ഭൂവിലാ നീട്ടരുത്, ഭൂവില ശേഷം. അടുത്തത് സ്ലീഹേന്മാരാണോ സ്ലീഹന്മാരാണോ? അതും കറക്റ്റ് ആണ്. ഭാഗ്യമിതേ എന്നാണോ ഭാഗ്യമിതെന്നാണോ? ഭാഗ്യമിതേ തെറ്റാണ്, ഭാഗ്യമിതെന്ന് പാടണം. റെഡിയായോ? റെഡിയായോ? ഇത്രയും വരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ ശുശ്രൂഷ ഇങ്ങോട്ട് വന്നാലല്ലോ. അപ്പോ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും പിന്നെന്താ പറയുന്നേ? വെരി ഗുഡ്. ഹബീബ എന്ന വാക്കിന്റെ അർത്ഥം എന്റെ വാത്സല്യമുള്ളവരെ. അതായത് പൊതുലേഖനങ്ങൾക്കെല്ലാം ആമുഖം എഴുതിയിരിക്കുന്നത് വാത്സല്യമുള്ളവരെ എന്നാണ്. അതുകൊണ്ടാണ് അവിടെ എന്റെ വാത്സല്യമുള്ളവരെ എന്ന് പറയുന്നത്. എഴുതിയോ? റെഡി. അപ്പൊ നമുക്ക് മനസ്സിലായി പൊതുലേഖനമാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയാണ് വായിക്കുന്നത്. അവിടെ ആരംഭത്തിൽ ഇങ്ങനെ പറയുന്നു, ആ വേദഭാഗം അവസാനിപ്പിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതായി പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ഏത് സൈഡിൽ നിന്നാണ് വായിക്കുന്നത്? മദ്ബഹായുടെ വടക്ക് വശത്ത് അല്ലെങ്കിൽ ഇടത് വശത്ത് ചേർന്ന് നിന്നുകൊണ്ട് അത് വായിക്കും. അതിനുശേഷം വരുന്ന ഏതാ? പൗലോസ് ശ്ലീഹാ ധന്യൻ ചൊൽക്കേട്ടേ ഇദേവം നിങ്ങളെ ഞങ്ങളറിച്ചതിനെതിരാ.
മതി. സഭയിൽ ശാപമാണോ സഭയിൻ ശാപമാണോ? ഞാൻ പറയാം, എനിക്കിതൊന്നും മനസ്സിലായില്ല. സഭയിൽ എന്നുള്ളതിന്റെ ഉള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഞാൻ പറഞ്ഞു ഇൽ 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 പാൽ എന്നുള്ളതിന്റെ ഇൽ സഭയിൽ നിന്നാണെന്ന് സമ്മതിക്കുന്നവരൊക്കെ കൈപൊക്കിയേ. ശരി, സഭയിൻ എന്നുള്ളവരാന്ന് കൈപൊക്കിയേ. ശരി, വെരി ഗുഡ്. കുറച്ചുപേർ ഇപ്പോഴും പൊക്കാതിരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത് വരാറില്ല ആ സമയത്ത്, അതുകൊണ്ടായിരിക്കും അല്ലേ. ഓക്കെ, സഭയിൻ ശാപം കേട്ടോ, തെറ്റിക്കരുത്. ഇനി അതിന് ആരംഭത്തിൽ എങ്ങനെയാ പറയണേ? അതിന്റെ ആരംഭം എങ്ങനെയാ പറയണേ? പൗലോസ് അപ്പോസ്തലൻ ലേഖനമാ. അപ്പൊ എന്താ പറയുന്നേ? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 4 ലേഖനത്തിൽ നിന്നും. വെരി ഗുഡ്. ആഹായ് ബാറയ്ക്കുമോർ. ആഹായ് എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? വെരി ഗുഡ്. എന്റെ സഹോദരങ്ങളെ, എഴുതിയോ? അടുത്ത സെക്ഷനിലേക്ക്. സമയം കുറവായുണ്ട്, പെട്ടെന്ന് പോവാം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ഈ പറയുന്ന സാധനങ്ങളുടെ പേരോട് എടുക്കാം. സ്തുതി ബലികളണ ചേരിടുവേ കാർത്തൃ നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹ. അപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പോ വന്നതാണ് എന്തുവാ? ത്രോണോസിൽ നിന്ന് കർത്താവിന്റെ അവതരിച്ച വചനത്തെ, അല്ല ക്ഷമിക്കണം, വചനമാകുന്ന ദൈവത്തെ വേദപുസ്തകമായിട്ട് എങ്ങോട്ട് കൊണ്ടുവന്നു? ഏവൻഗേലിയോൻ മേശയിലോട്ട് കൊണ്ടുവന്നു. അവിടെ വെച്ച് വായിക്കുന്നു. ഇതിനു വേണ്ടി പിതാക്കന്മാർ ഇതിനെ വിളിച്ച പേരുണ്ട്, ലിറ്റിൽ എൻട്രൻസ് എന്ന് പറയും. ലിറ്റിൽ എൻട്രൻസ് ആണ്. ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കുന്നവർക്ക് അറിയാം. ലിറ്റിൽ എൻട്രൻസ് എന്നാ പറയും. എന്താ കാര്യം നോക്കിയേ, ഈ ഇതിനകത്ത് കണ്ടോ, ഞങ്ങളുടെ പള്ളിയിലെ രായ്ച്ചാന്മാരാ, 2 പേരും 2 രായ്ച്ചാന്മാരാ. ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിലെ 2 രായ്ച്ചാന്മാരും പഴയ സൺഡേ സ്കൂൾ ഭദ്രാസന ഡയറക്ടറും ആ നിൽക്കുന്നത്. അപ്പൊ അവർ 2 പേരുടെയും കയ്യിൽ എന്തോ ഉണ്ട്? മെഴുകുതിരി ഉണ്ട്. അതിന്റെ തൊട്ട് പുറമെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? മറുവാസ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഇതുപോലെ തന്നെ വേറൊരു കാര്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എപ്പോഴാ? കർത്താവിന്റെ തിരുശരീരങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പം കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടിക്കൊണ്ട് വേണ്ടിവരുന്ന സമയത്ത് ഇതുപോലെ 2 സൈഡിൽ എന്തോ ചെയ്യും? മെഴുകുതിരി മറുവാസയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് മെയിൻ എൻട്രൻസ് എന്നും ഇതിന് ലിറ്റിൽ എൻട്രൻസ് എന്നും പിതാക്കന്മാര് വിളിച്ചത്. റെഡിയായോ? ഇനി അച്ഛൻ ഇങ്ങോട്ട് വന്നിരിക്കുമ്പം ശുശ്രൂഷൻ എന്താ വിളിച്ചു പറയും? ബാറയ്ക്കുമോർ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും. അപ്പൊ അച്ഛൻ എന്തോ തിരിച്ചു മറുപടി പറയും? നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അപ്പൊ ആദ്യം എന്തോ ചെയ്തു? എല്ലാവർക്കും സമാധാനം കൊടുത്തു. യേശുവമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തോ ചെയ്യണം? പോയി സമാധാനം ആശംസിപ്പീൻ. രണ്ടാമതായിട്ടുള്ള വാചകത്തിൽ പറയുന്നത് ഇതാണ്, ആര് എഴുതി എന്ന് പറയുന്നു. മൂന്നാമതായിട്ടുള്ള വാചകം, 3 വാചകം അച്ഛൻ ആ ഏവൻഗേലിയോൻ വായിക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞു സമാധാനം ആശംസിക്കുന്നതിനെ കുറിച്ച്. രണ്ടാമത് ഞാൻ പറഞ്ഞു ആരാണ് ഇത് എഴുതിയിരിക്കുന്നത്, ആരുടെ സുവിശേഷത്തിൽ നിന്നാണ് ഇത് വായിക്കുന്നത് എന്നുള്ളത്. മൂന്നാമതായിട്ട് കർത്താവിന്റെ മനുഷ്യാവതാര സമയത്ത് സംഭവിച്ചതാണെന്ന് വ്യക്തമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക. അറിയാലോ? ശരി, അത് കഴിയുമ്പോൾ നമ്മളൊരു കൂക്കോയോ ചൊല്ലും. ഏതാ? യജമാനൻ വരും അന്നേര് ചൂടും. റെഡി? അത് കഴിയുമ്പോൾ എന്താ പറയും? സ്തൗമൻ ഗാലോസ് പ്രധാനമായ ഒരു ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സ്തൗമൻ ഗാലോസ് എന്ന വാക്കിന് അർത്ഥം എന്തുവാ? നല്ലവണ്ണം. കുറിയേലായിസോ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? കർത്താവെ ഞങ്ങളോട് നല്ലവണ്ണം നിൽക്കാൻ പറയുമ്പോൾ എന്തിനാ കുറിയേലായിസോ പറയുന്നേ? തല വണക്കാൻ പറയുമ്പോൾ കുറിയേലായിസോ എന്നാണ് പറയുന്നേ. അണയ്ക്കപ്പെട്ട ആ വിസരസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കണ്ണുകളർത്താനും നാം തല കുനിക്കണം. അപ്പൊ എന്താ മറുപടി പറയുന്നേ? തല കുനിക്കുന്നു എന്നല്ലേ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷൻ സൗമൻ ഗാലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചെന്താ പറയണം? ഞങ്ങൾ നല്ലവണ്ണം നിൽക്കാമേ, അങ്ങനല്ലേ പറയണ്ടേ? പിന്നെന്തിനാ ഇങ്ങനെ പറയണേ? നല്ല ബോധ്യമുണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക്. എന്താ കാര്യം എന്നറിയാമോ? സ്തൗമൻ കാലോസ് എന്ന വാക്കിന്റെ അർത്ഥം നല്ലവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റൻഷൻ പൊസിഷൻ ആണോ? അല്ല, ശുചി, സൗന്ദര്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെയുള്ള അർത്ഥം വരണമെങ്കിൽ നമ്മുടെ ഒന്നും
ഈ ലോകത്തിലെ പാപങ്ങൾ കൊണ്ട് ജീവിക്കാൻ നമുക്കൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ പഠിപ്പിച്ചു, കർത്താവേ നീ ഞങ്ങളെ അനുവദിക്കുവാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ നിൽക്കാം. അതുകൊണ്ടാണ് കർത്താവിന് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി സൗമൻ കാലോസ് ചൊല്ലി എന്തോതിനകത്തോട്ട് തുടങ്ങും? പ്രൊമിയോൻ സദറ. സദറ എന്നുള്ള വാക്കിന് അർത്ഥം എന്തുവാ? നിര അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന അർത്ഥം. ഓക്കെ, അപ്പൊ അതിനകത്ത് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് പ്രൊമിയോൻ, ആമുഖം എന്ന അർത്ഥം. ആമുഖം ചൊല്ലി അത് കഴിഞ്ഞിട്ട് എന്താ പറയും? ഒരു 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 പ്രത്യേക വാചകം പറയും, ഇപ്പോൾ കുന്തിരിക്ക വയ്ക്കപ്പെടുന്നു, നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട്. അത് കഴിഞ്ഞ് നടത്തുന്ന പ്രാർത്ഥന എന്തുവാ? അത് കഴിഞ്ഞ് നടത്തുന്ന പ്രാർത്ഥനയുടെ പേരെന്തുവാ? ഹൂസോയോ. ഹൂസോയോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പാപപരിഹാര പ്രാർത്ഥന എന്ന അർത്ഥം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വാങ്ങിപ്പോയവരുടെ പാപങ്ങൾക്ക് വേണ്ടിയൊക്കെ പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആ സമയത്ത് ശുശ്രൂഷൻ ധൂപം അർപ്പിക്കുന്നത് നമുക്കറിയാം. ശുശ്രൂഷൻ ധൂപം അർപ്പിച്ചു വരുന്നു. ഏറ്റവും അവസാനമായിട്ട് മറ്റൊരു പ്രാർത്ഥനയുടെ ഉണ്ട്. അതിന്റെ പറയുന്ന പേരാണ് സെദറ എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര വർണ്ണനയുണ്ട്, പട്ടക്കാരന്റെ അയോഗ്യ സമ്മതമുണ്ട്, ജനത്തിന്റെ അയോഗ്യതയുടെ സമ്മതമുണ്ട്, റൂഹായുടെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർക്കുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി പറയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒക്കെ നടത്തി പ്രൊമിയോൻ സെദറ തീരുന്നു. ഇത് കഴിയുമ്പോൾ എന്തുമായിരിക്കും? ഹോശോ വബുകുല സുബാൻ ലവൽമി. അതല്ല, അടുത്ത എന്തുമായിരിക്കും? തൊട്ടടുത്ത് പിന്നെ പറയുന്നത് ധൂകുറ്റി കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മളൊന്ന് പറയുമല്ലോ. എന്താ പറയുന്നേ? കർത്താവ് അവിടുത്തെ ശുശ്രൂഷയൊള്ളുകയും. അപ്പോഴത്തേക്ക് അച്ഛൻ എന്തോ ചെയ്യും? ഇങ്ങോട്ട് വലത്തുവശത്തോട്ട് ഇച്ചിരി തിരിഞ്ഞു നിന്നിട്ട് പറയും, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. റെഡി? അങ്ങനെ നിൽക്കുകയാണ് ആ സീൻ. അതിന് വന്ന് നിൽക്കുമ്പം ധൂപക്കുറ്റി വാഴ്ത്താൻ പോവുകയാണ്. ധൂപക്കുറ്റിക്ക് അത് എത്ര ചങ്ങലയുണ്ട്? 4 ചങ്ങല. അങ്ങനെയാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ധൂപക്കുറ്റിയുടെ ഓരോ ചങ്ങലയെ പിടിക്കുമ്പോഴും ഓരോ ചൊല്ല് പറയുന്നുണ്ട്. ഏതൊക്കെയാ? പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാവുന്നു, രണ്ടാമത്തേത് പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാവുന്നു, പരിശുദ്ധനായ റൂഹ പരിശുദ്ധ. അപ്പൊ എന്റെ സംശയം, 4 ചങ്ങലയുണ്ട്. ഈ 4 ചങ്ങലയ്ക്ക് 3 വാചകം മതിയോ? ഇതിനിടയ്ക്ക് അച്ഛൻ ഏതോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ടല്ലേ? കാദീശ് അബോ കാദീശോ. എത്ര ചങ്ങലയെ പിടിക്കും? 1. കാദീശ് ബ്രോ കാദീശോ. അത് 2 ചങ്ങല ഒരുമിച്ച് പിടിക്കും. എന്തുകൊണ്ടാണ് ഈ 2 ചങ്ങല ഒരുമിച്ച് പിടിക്കുന്നത്? കർത്താവിന്റെ മനുഷ്യാവതാരവും ദൈവത്വത്തെയും ഒരുപോലെ ചേർത്ത് 2 ചങ്ങല പിടിക്കും. മൂന്നാമത്തെ ചങ്ങലയോ? മൂന്നാമത്തെ ചൊല്ലേതാ? കാദീശ് റൂഹോഹായോ കാദീശോദം കാദേശ് ലഫിർമോദ്ഹാത്തോയോ അബ്ദേ. പോട്ടെ, ബാക്കി താഴോട്ട് പറയണ്ട. അപ്പൊ അങ്ങനെ 4 ചങ്ങല പിടിച്ച് തൃത്വത്തെ ഓർത്ത് ജനത്തെ ധൂപമർപ്പിച്ച് എന്തോ ചെയ്യും? ജനത്തെ ധൂപമർപ്പിച്ചതിന് ശേഷം പിന്നെ നടക്കുന്ന എന്താ? പിന്നെ നടക്കുന്ന എന്താന്ന് പറ. വിശ്വാസ പ്രമാണം. പിന്നെ നടക്കുന്നതാണ് നൈസിയൻ ക്രീഡ്. നൈസിയൻ ക്രീഡ്, നിഖ്യ വിശ്വാസ പ്രമാണം. എനിക്കൊരു സംശയം ഉണ്ടായ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. എന്തോ ഈ വിശ്വാസ പ്രമാണത്തിന് നിഖ്യ വിശ്വാസ പ്രമാണം വരട്ടെ? നിഖ്യ സുന്നോസ് ഉണ്ടാക്കിയ അല്ലേ? നിഖ്യ സുന്നോസ് മാത്രം ഉണ്ടാക്കിയാണോ വിശ്വാസ പ്രമാണം? 3 സുന്നഹദോസുകൾ ചേർന്നുണ്ടാക്കിയ വിശ്വാസ പ്രമാണമാണ്. അതുകൊണ്ടാണ്. എന്നാലും ആരംഭവും ശക്തവും നിഖ്യ സുന്നഹദോസ് ആയതുകൊണ്ട് അതിന് നമ്മൾ നിഖ്യ വിശ്വാസ പ്രമാണം എന്ന് പറയും. ഇനി നിഖ്യ വിശ്വാസ പ്രമാണത്തിന് എത്ര പാരഗ്രാഫ് ഉണ്ട്? 4. എന്തിനെയൊക്കെ ഓർത്തോണ്ടാ? ഒന്നാമത്തേത് പിതാവ്, 2 പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം. അവിടെ ഞാൻ അതിന്റെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ്. വി ബിലീവ് in one true God, the Father, Son and the Holy Spirit, and the one holy Catholic Apostolic Church, holy baptism, resurrection, second coming. holy baptism പിന്നെ ഒരെണ്ണോടുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. ക്രൂസിഫിക്കേഷൻ, ദൈവത്തിന്റെ ക്രൂശാരോഹണം, ഖബറടക്കം, പുനരുത്ഥാനം, രണ്ടാമത്തെ വരവ്. ഇതിനെ സോറി കേട്ടോ, ഇത് ഇത്രയും മാത്രമായിട്ട് എഴുതല്ലേ.
വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്. അത് ആരൊക്കെയാന്ന് പറയുന്നത്? ദ ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ്. പിന്നെ നമ്മുടെ സഭയുടെ പ്രത്യേകതയാണ് പറയുന്നത് എന്തുവാ? ഏകം, വിശുദ്ധം, കാതോലികം, അസ്തോപ്പോലിയോ, അത് തന്നെ, അപ്പോസ്തോലികം. അതുകൊണ്ടാ പറയുന്നത് വൺ ഹോളി കാത്തലിക് ആൻഡ് അപ്പോസ്തോലിക്. എന്നിട്ട് യേശു തമ്പുരാന്റെ ജനന വർണ്ണനകൾ, നമ്മുടെ മാമോദീസ, പിന്നെ അത് കഴിഞ്ഞിട്ട് സഭയെ ഓർക്കുന്നത് കഴിഞ്ഞാൽ ഉടനടി തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ക്രൂശാരോഹണം, കബറടക്കം, പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് തറയ്ക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് വേറെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? അതോ എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണോ? എന്തോ ചെയ്യുന്നേ? പട്ടക്കാരൻ എന്തോ ചെയ്യും? ധൂപം വീശി വന്നതിന് ശേഷം പോയിട്ട് എന്തോ ചെയ്യും? കൈ കഴുകും. എന്തിനാ ഈ കൈ കഴുകുന്നേ? ഇത്ര നേരം ചാണകം വാരിക്കൊണ്ടിരിക്കുവായിരുന്നോ? പിന്നെ എന്തിനാ കൈ കഴുകണേ? എന്തിനാ? കേട്ടില്ല. ഒരാൾക്ക് ധൈര്യം ഉണ്ടോ എണ്ണീറ്റ് പറയാൻ? ഒരാൾക്ക്? നീ പറ. ശരി, രണ്ട് കാര്യങ്ങളാ. ഒന്ന്, വിശുദ്ധിയോടുകൂടി ഈ കാര്യങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം. വിശുദ്ധിയോടുകൂടി ഈ കാര്യങ്ങളെ, അതായത് വിശുദ്ധ കുർബാനയുടെ അപ്പവീഞ്ഞുകളെ ഞാൻ സ്പർശിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ട് ഒന്ന്. എന്നാൽ അതിനേക്കാളും ശക്തമായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പെസഹായില് യേശുതമ്പുരാൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെ സൂചനയായിട്ട് ആണെന്നും പഠിപ്പിക്കുന്നുണ്ട്. റെഡിയാണോ? അപ്പം ഇത് കഴിഞ്ഞു, കൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എന്തോ ചെയ്യുന്നേ? പിന്നെ കമന്നടിച്ച ഒറ്റ വീഴ്ചയാ, ടക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അന്നോ? അല്ല, അതിന് മുമ്പ് എന്തോ ചെയ്യും? മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഗുരുജനങ്ങളെ, ഞാൻ അർപ്പിക്കുന്ന തിരുബലി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രീതികരമായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി. അത് കഴിയുമ്പോ എന്തുമായിരിക്കും? അച്ഛൻ ഈ പറഞ്ഞ കമണ്ണൊരു വീഴ്ച. എന്തിനു വേണ്ടിയാ വീഴുന്നേ? ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ പ്രാർത്ഥനയിൽ പേര് ഓർക്കണമെന്ന് പറഞ്ഞവരുടെ പേരുകളൊക്കെ ഓർക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ട് അന്നേരമായി പേരുകളൊക്കെ. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, കുർബാനെ അപ്പവീഞ്ഞുകളെ ക്രമീകരിച്ചതിന്റെ മുകളിൽ എന്തോ ഇട്ട് വെച്ചേക്കുന്നേ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കോണം, കുർബാന അപ്പത്തെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മൂടുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ കൊണ്ട്. ഇത് ചൊല്ലുന്ന സമയത്ത് ശോശപ്പ വെച്ചാ മൂടിയേക്കുന്നേ. ഇത് കഴിയുമ്പോഴോ കബിലാന എന്ന് പറയുന്ന രണ്ട് ചെറിയ തുണി വെച്ചോണ്ടായിരിക്കും മൂടുന്നേ. മനസ്സിലായോ? വ്യക്തമായോ? ശരി, ഈ സമയത്ത് അപ്പൊ ശുശ്രൂഷൻ എന്തോ ചെയ്യും? ഞങ്ങളുടെ അലക്സാണ്ടർ മടവള്ളി അച്ഛൻ ധൂക്കുറ്റിയൊക്കെ വീശിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലോട്ട് പോവാ. എന്തിനു പോവാ? സമാധാനം കൊടുക്കാനോ? ഈ സമയത്ത് ഞങ്ങളുടെ സമാധാനം കൊടുത്ത് അച്ഛനെ പുറത്താക്കും പള്ളിയിൽ നിന്ന്. ഇതെന്തിനാ പോണേ? ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു, വിശ്വാസ പഠിതാക്കളുടെ ഭാഗമാണ്. എവിടെ വരെ? വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗം വിശ്വാസം പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഭാഗമാണ്. അത് കഴിഞ്ഞാൽ അവരെന്തോ ചെയ്തോണമെന്നറിയാവോ? പള്ളിക്ക് പുറത്തിറങ്ങി പൊക്കോണം. ഒരു തമാശ പറഞ്ഞേക്കാം അല്ലേ? അല്ല പോട്ടെ, ഇതൂടെ പറഞ്ഞിട്ട് ഈ വിശ്വാസ പഠിതാക്കളെല്ലാം പുറത്താക്കിയിട്ട് പള്ളിയുടെ വാതിലെല്ലാം പൂട്ടിയിട്ട് വിശുദ്ധ കുർബാനയുടെ പ്രധാന അപ്പവീഞ്ഞുകളുടെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാ ഈ അച്ചായനെ ധൂക്കുറ്റി കൊടുത്ത് വിടുന്നത്. അപ്പൊ അച്ചായനെ ധൂക്കുറ്റി വീശിയപ്പോൾ താണ്ട് ഞങ്ങളുടെ പള്ളിയിലെ ഒരു അപ്പച്ചനാ, വളരെ ഭവ്യതയുള്ള കരുവാറ്റ ഭാഗത്ത് താമസിക്കുന്ന ഒരു അപ്പച്ചനാ. അപ്പച്ചൻ എന്തോ ചെയ്യുവാ? ചൊറിഞ്ഞു കാണിക്കുവാണോ? പിന്നെ എന്നാ ചെയ്യുക? കുരിശ് വരച്ചതിന്റെ കൈ പോയേക്കുന്ന അല്ലേ? അപ്പൊ ഈ അപ്പച്ചൻ കുരിശ് വരച്ചിട്ട് പറയാണ്, ഞാൻ വിശ്വാസിയാ, ഞാൻ അവിശ്വാസിയല്ല, ഞാൻ വിശ്വാസിയാ. അപ്പൊ നിങ്ങള് ഈ അച്ചായൻ ധൂക്കുറ്റിയൊക്കെ വീശിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കാലൊക്കെ ഇങ്ങനെ കീർത്തി ഞോണ്ടി, ഇതൊക്കെയല്ലേ നമ്മൾ നിൽക്കണേ? അങ്ങനെയൊക്കെയല്ലേ? അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ബിലീവേഴ്സിന്റെ കൂട്ടത്തിലുള്ള അല്ല, കാറ്റക്യൂമൻസാ. എന്താ? വിശ്വാസം പഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള. ശരിയായോ? സമ്മതിച്ചോ? അപ്പൊ അതുകൊണ്ട് ഇനി ധൂക്കുറ്റി വീശി വരുമ്പോ എന്തോ ചെയ്തിരിക്കണം? കുരിശ് വരച്ചിട്ട് പറയണം, ഞങ്ങൾ വിശ്വാസിയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയണം. അപ്പോഴാ ഇനിയിപ്പോ ആ നടക്കുന്ന പാട്ടേതാ? യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും
നാഴിക ഇതു താ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാസമയം. എന്നൊക്കെ മതി. ഇനി ഒരു തമാശ പറഞ്ഞേക്കാം. ഇത്രയും നേരം നമ്മൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇനി ഒരു ചെറിയ തമാശ. ഒരു പള്ളിയിലെ അച്ഛൻ ശുശ്രൂഷക്കാരനെ സ്ഥിരം അങ്ങ് വഴക്ക് പറയുമായിരുന്നു. അപ്പൊ ശുശ്രൂഷക്കാരൻ എന്തെന്നറിയാവോ? ഒരു സമയം കിട്ടി അച്ഛന് പണി കൊടുക്കുമെന്നിരിക്കുമായിരുന്നു. ഇദ്ദേഹം എന്തെന്നറിയാവോ? ധൂവം വീശി പറവോട്ടി എന്നിട്ട് എന്തോ ചെയ്തെന്നറിയാവോ? ധൂവക്കുറ്റി ഉണ്ടെന്ന് പടിഞ്ഞാറെ വാതിൽ തൂക്കിയിട്ടിട്ട് ഇറങ്ങി അങ്ങ് പോയി. എന്നാ കാര്യം എന്നറിയാവോ? ഇനി ഈ ഇദ്ദേഹം ചെന്ന് തിരിച്ചൊരു വാചകം പറയണ്ടേ? ഏത് വാചകമാ ചെന്ന് പറയണ്ടേ? സൗമൻ കാലോസ് പറഞ്ഞാലല്ലേ അച്ഛനെ അടുത്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്നാ അച്ഛൻ സൗമൻ കാലോസോ കേൾക്കുന്നൊന്ന് എനിക്കൊന്ന് അറിയണം. ധൂക്കുറ്റിട്ടിട്ട് പുറത്തോട്ടൊക്കെ പോയി. പോട്ടെ, അത്രയും നമുക്ക് നോക്കണ്ട. നല്ലവനേ ഞങ്ങളുടെ ബലഹീനതയോടു തരമരുളണമേ, നാമെല്ലാവരുമോ തൊരുമേ അട്ടഹസി ചുരചിയേ ബാർക്കിമോസ് തൗമൻ കാലോസ്. കഴിഞ്ഞു. ഒന്നാം ഭാഗം കഴിഞ്ഞു. വിശുദ്ധ കുർബാനയുടെ പരസ്യ ആരാധനയുടെ ഒന്നാം ഭാഗം കഴിഞ്ഞു. രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോയാണ്. രണ്ടാം ഭാഗം എന്തിൻ്റെയാണെന്ന് ഞാൻ പറഞ്ഞു. എന്തിൻ്റെ ആയിരുന്നു? ബ്രെഡ്, അപ്പത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുക. അപ്പവീഞ്ഞുകളുടെ പ്രധാന ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോകുക. ഈ ഭാഗത്തിനെ ലാറ്റിൻ വേർഡിൽ ഇങ്ങനെ വിളിക്കും, മിസ ഫിഡിലിയം. അതിനെന്താ തൊട്ടടുത്ത് എഴുതിയിരിക്കുന്നത്? ആഫ്റ്റർ ദി എൻട്രൻസ് ടു ദി ദർഗ. ദർഗയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഉടനടി തന്നെ തുടങ്ങുകയാണ്. എഴുതിയോ? ഇല്ലേ? മതി, സമയമില്ല. എനിക്ക് സമയമില്ല. ഇനി ആ പ്രധാന ഭാഗം കിടക്കാൻ പോകുന്നേ. ശരി, ഇനി നമ്മൾക്കറിയാം പരസ്യ ശുശ്രൂഷയെ രണ്ടായിട്ട് വിഭജിച്ചു. റെഡി? അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതൊക്കെയാ? വചനത്തിന്റെ ശുശ്രൂഷയും അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷയും. ഇനിയിപ്പോ നമ്മൾ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷയിൽ കയറി. അവിടെയും ഉണ്ട് 5 ഭാഗമായിട്ട്. ഇതുവരെ നമുക്കറിയായിരുന്നു അത് 5 ഇതുണ്ടെന്നറിയാം. നമ്മുടെ കുർബാനക്രമത്തിനകത്ത് 2ാം ഭാഗമെന്ന് എഴുതിയിട്ട് അതിന് പിന്നെ എഴുതിയിട്ടുണ്ട് 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് 5 ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പാർട്ട് 1 ചാപ്റ്റർ 1, പാർട്ട് 2 ചാപ്റ്റർ 1. 1-ാം ഭാഗം തുടങ്ങാം. അച്ഛൻ അങ്ങോട്ട് ദർഗയിലോട്ട് കയറുന്നു. ഈ ദർഗയിലോട്ട് കയറുന്നത് എന്താണെന്നറിയാമോ? ഈ ദർഗയിലോട്ട് ചവിട്ടി കയറുന്നുണ്ടോ? ഏത് കാലം വെച്ചാ കയറുന്നതെന്ന് കാണാൻ പറ്റുമോ? ഏത് കാല? ഇടതുകാല. ഞങ്ങൾ അച്ഛന്മാര് ഈ നമ്മൾ പറയും, സാധാരണ ആളുകൾ പറയും ഇടതുകാല് ചവിട്ടി കയറിയാൽ മുടിഞ്ഞു പോകുമെന്ന് പറയും അല്ലേ? ഞങ്ങൾ ഇടതുകാല് ചവിട്ടി കയറണമെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ച് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ ബഹുമാനിക്കുന്നതിന്റെ പ്രതീകമെന്നൊക്കെ പറയും. ഇവിടെ ഇരിക്കുന്ന ബിനു അച്ഛൻ, ഇപ്പം എനിക്ക് സ്വാഗതം പറഞ്ഞ അച്ഛനാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള ഇതുണ്ട്. തൽക്കാലം അത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഇടതുകാല് ചവിട്ടി ദർഗയിലോട്ട് കയറുന്നത് കർത്താവ് സെഹിയോൻ മാളികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച എവിടെയാ? സെഹിയോൻ മാളികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കാനായിട്ട് കയറുന്നതിൻ്റെ അടയാളമാണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ചോദിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ തക്സ എന്ന് പറയും. തക്സ എത്ര തക്സ ഉണ്ടെന്നറിയാവോ? എൻ്റെ ചെറുക്ക, നീ ഇങ്ങ് വന്ന് ക്ലാസ് എടുക്കുക. കുറച്ചു നേരമായിട്ട് ചുമ്മാ പറഞ്ഞ എല്ലാം അറിയാവന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 13 ക്രമമുണ്ട്. 88ഓളം ക്രമമുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് 13 ക്രമമാണ്. നമ്മൾ ചില അച്ഛന്മാരെ പറ്റി പറയത്തില്ലോ, ചില കുർബാന നമ്മുടെ നാട്ടിലൊരു ചേട്ടായി പറഞ്ഞ, ഈ അച്ഛൻ ആള് ഭയങ്കര മിടുക്കനാ. എന്താ കാര്യം എന്നറിയോ? 10 മണിയാകുമ്പോൾ കുർബാന തീർക്കും. അച്ഛൻ ആള് വലിയ മിടുക്കനാ. ഒരു ചേട്ടായി പറഞ്ഞ എന്താണെന്നറിയോ? ഇന്നത്തെ കുർബാന അത്ര അങ്ങോട്ട് വെന്തില്ല. എന്താ കാര്യം എന്നറിയോ? നേരത്തെ കുർബാന അങ്ങ് തീർന്നു പോയി. അപ്പൊ അതുകൊണ്ട് കുർബാന അങ്ങോട്ട്, ഇതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഓരോ ക്രമങ്ങൾക്ക് ലെങ്തി പ്രാർത്ഥന ഉണ്ട്, ചെറിയ പ്രാർത്ഥനകളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ പ്രാർത്ഥനകളുള്ള ക്രമമാണ് സ്വസ്തോസ് എന്ന് പറയും.
സൊസ്തോസ്. അത് നിങ്ങളിപ്പോൾ പഠിക്കണ്ട. നിങ്ങൾ ഇതിനകത്ത് കുറേ അച്ഛന്മാരും തിരുമേനിമാരും കുറേ കന്യാസ്ത്രീകളും എന്നെ ഉണ്ടായിക്കോട്ടാ ചൂണ്ടുന്ന അച്ഛൻ അല്ലേ, അവരൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ട് ഇതിനകത്ത്. ഈ ഇരിക്കുന്നതിനകത്ത് കുറേ തിരുമേനിമാരും ഒക്കെ ഉണ്ട്, അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ. നിങ്ങൾ അച്ഛനും തിരുമേനിയും ഒക്കെ ആവുമ്പം അത് പഠിച്ചാൽ മതി. എന്തും ആയിക്കൊള്ളട്ടെ. 13ഓളം ക്രമമുണ്ടെന്നും അതിലെ ഏറ്റവും ചെറിയ ക്രമം യാക്കോബിന്റെ ക്രമമെന്നും ഏറ്റവും വലിയ ക്രമത്തിന് പറയുന്ന പേരാണ് ഏറ്റവും ചെറിയ ക്രമം സൊസ്തോസിന്റെ ക്രമവും ഏറ്റവും വലിയ ക്രമം യാക്കോബിന്റെ ക്രമവുമാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അതിനനുസരിച്ച് ഇനിയും ഈ ദർഗായിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? എന്തോ ചെയ്യുന്നേ? കിസ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സമാധാനത്തിന്റെ ചുംബനം. യേശുമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞേക്കുന്നേ? വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സമാധാനം കൊടുക്കണമെന്ന് പറഞ്ഞോ? അങ്ങനല്ല. നീ ദേവാലയത്തിൽ വഴിപാടർപ്പിക്കാൻ വരുമ്പോൾ ആദ്യം ചെന്ന് നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളുക. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യം. അതിനുശേഷം വന്ന് കുർബാന അർപ്പിക്കണം. അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഈ ഭാഗം മുതൽ, അതായത് ദാണ്ട് ഈ ദർഗായിലോട്ട് പ്രവേശിക്കുന്നത് മുതൽ ഉള്ളൂ ഏത് ഭാഗം? അനാഫോറ അല്ലെങ്കിൽ ഉയർത്തുക എന്ന് പറയുന്ന ഭാഗം തുടങ്ങുന്നത് ഈ ദർഗയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം മുതലേ ഉള്ളൂ. അതുവരെ എല്ലാം ഒരേ സർവീസാണ്. ദർഗയിലോട്ട് പ്രവേശിക്കുന്ന മുതൽ കുർബാനയുടെ പ്രധാന ഭാഗം ആരംഭിക്കുന്നുണ്ട്. അവിടെ മുതൽ പുതിയ അധ്യായമാണ്. അപ്പൊ അവിടെ നമ്മൾ കിസ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം കൊടുക്കുന്നു. സമാധാനം കൊടുക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രശ്നമില്ല, നിങ്ങൾ പരസ്പരം എന്തോ കൊടുക്കും? കയ്യസൂരി കൊടുക്കും. അതെന്നാ രസാന്നറിയാ കാണാൻ. എങ്ങനെയാ? റോക്കറ്റാ? ഫുൾ അങ്ങനെ റോക്കറ്റ് വിടാനുള്ള അല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളിനോട് ദേഷ്യമില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം ഇത് കൊടുക്കാനെന്നാ. അച്ഛന്മാർ അങ്ങനെ കൊടുക്കുമ്പോഴും അച്ഛനും അങ്ങനെ തന്നെയാ മനസ്സിൽ ചിന്തിക്കണമെന്നാ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും രമ്യമായതിനു ശേഷം മാത്രമേ കുർബാന അർപ്പിക്കാൻ. അല്ലെങ്കിൽ രമ്യം എന്ന് പറഞ്ഞാൽ എന്താ രമ്യം എന്ന് പറഞ്ഞാൽ? രമ്യം മീൻസ് എന്നൊക്കെ ചോദിക്കും ചിലരൊക്കെ. രമ്യം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒന്നായി ഐക്യപ്പെട്ടതിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാന തുടങ്ങാവൂ എന്നാണ് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി അടുത്ത എന്താ നമുക്കറിയാം. പറഞ്ഞു ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു സമാധാനം, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു, നൽകപ്പെട്ട വിശ്വരഹസ്യങ്ങൾക്കായി അല്ലല്ലോ, നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ സമാധാനം കൊടുക്കണം. അപ്പൊ നമ്മൾ പാടി, അന്യോന്യം സ്ലോമോ നൽകിൻ കർത്താവിൻ സ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം നാം തൽസ്ലോമോയും ശൈലോയും നമ്മെ കാക്കട്ടെന്നാളും. കണ്ടാ എൻ്റെ കൂടെ തൊട്ടടുത്തിരിക്കുന്ന കണ്ടോ? ആ നിൽക്കുന്ന ആളുടെ പേര് റോജിൻ. കുറച്ചാൾ കഴിയുമ്പോൾ അദ്ദേഹം ഇതുപോലെ അച്ഛനായിട്ട് വരും, ദൈവം അനുഗ്രഹിച്ച. പോട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തുമായിരിക്കും ശുശ്രൂഷ വിളിച്ചു പറയുന്നേ? പിന്നെന്താ ശുശ്രൂഷ വിളിച്ചു പറയുന്നേ? എന്തായിരുന്നാലും തല കുനിക്കാനുള്ള ആഹ്വാനമാ അല്ലേ? അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നു? തല കുനിക്കുന്നതിന് വേണ്ടിയുള്ള ബോയിങ് ഓഫ് ദ ഹെഡ്. തല കുനിക്കുന്നു. തല കുനിച്ചതിന് ശേഷം പിന്നീട് എന്താ ചെയ്യാൻ പോകുന്നേ? പിന്നീട് അച്ഛൻ എന്തോ ചെയ്യുന്നേ? ശോശപ്പ എടുത്തു വെച്ച് ആഘോഷിക്കും. ശോശപ്പ ആഘോഷിക്കുക എന്ന് പറഞ്ഞാല് എന്തായിട്ടാ നമുക്ക് തോന്നുന്നത്? ഈ ശോശപ്പ എടുത്ത് വെച്ച് ആഘോഷിക്കുന്നേ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ അനാവൃതമാക്കുക, അല്ലെങ്കിൽ യേശുമ്പുരാന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിനായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെ വളരെ ഭംഗിയായി 3 തവണ അപ്പവീഞ്ഞുകളുടെ മുകളിലും 3 തവണ മേളിലും ആക്കിയതിന് ശേഷം ഇത് മടക്കി വെച്ചിട്ടാണ് ഒന്നാമത്തെ ആശീർവാദത്തിലേക്ക് വരുന്നത്. ഒന്നാമത്തെ ആശീർവാദം നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ആശീർവാദം ഫസ്റ്റ് ബെനഡിക്ഷൻ. അപ്പൊ നമ്മൾ ഈ അൺവെയിൽ ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ഓഫ് ദ വെയിൽ, അതായത് ശോശപ്പ മുകളിലോട്ട് ഉയർത്തി കഴിയുമ്പോൾ ഒന്നാമത്തെ ഭാഗം അവസാനിക്കുക. ഇനി എത്ര ഭാഗമുണ്ട്? ഇനി 4 ഭാഗമുണ്ട്. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പാർട്ട് 2 ചാപ്റ്റർ 2.
അവിടെ ഏതാ തുടങ്ങുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ കുർബാനക്രമം ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ഇപ്പൊ കയ്യിലുണ്ടോ? ഉള്ളവരും തുറന്നു നോക്കിയാൽ മതി, അതിനകത്ത് കാണാം. 2-ാം അധ്യായം തുടങ്ങിയ 2-ാം അധ്യായം തുടങ്ങുന്നത് എവിടാന്ന് ചോദിച്ചാൽ ആശീർവാദമാണ്. ഹുബോ ആലോഹോ ആബോ. പിന്നെന്തുവാ? പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അതാണ് ഒന്നാമത്തെ പ്രധാന ആശീർവാദം. 4 പ്രധാന ആശീർവാദങ്ങൾ ഇതുമായിട്ട് ഇപ്രകാരമുള്ളതുകൊണ്ട് അതിലെ ഒന്നാമത്തെ ആശീർവാദം അത് എത്രാമത്തെ അധ്യായത്തിലാ? 2-ാം ഭാഗത്തിന്റെ 2-ാമത്തെ അധ്യായത്തില്. ശരിയായോ? സംശയമുണ്ടോ? ഇല്ല. ഇനി നേരെ അത് കഴിഞ്ഞാൽ ഉടനടി തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ളതാ. ഏതാ? തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ. അത് എവിടുന്നാന്നറിയാമോ? ഈ വേദഭാഗം യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. അതുപോലെ തന്നെ സങ്കീർത്തനം 118:26. യെശയ്യാവ് 6:3, സങ്കീർത്തനം 118:26. ഈ സമയത്ത് അച്ഛന്റെ കൈ എങ്ങനെയായിരിക്കും? നിങ്ങൾ ഈ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന സമയത്ത് എന്തായാലും ആവസിപ്പിക്കുക ഇല്ലേ? കൈ പ്രാവിന്റെ രൂപത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും അല്ലെങ്കിൽ കൂടി കൈ ആവസിപ്പിക്കുക. ശരി, നിങ്ങൾ കാണിക്കല്ലേ? നിങ്ങൾ കാണിക്കരുത്, ദോഷം അത്. ഇത് കഴിഞ്ഞിട്ട് എന്തുവാ ചെയ്യുന്നേ? പിന്നീടാണ് ഇതിന് വേർഡ് ഓഫ് പ്രൈസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഞാൻ നോക്കിയിട്ട് എൻ്റെ പടം ഇതുപോലെ എടുക്കാൻ പറ്റത്തുണ്ടാണ് അന്ത്യോക്യൻ ചേർച്ചസിലെ ഒരു മെത്രാപ്പോലിത്തയുടെ പടം എടുത്തത്. ഇത് അപ്പവീഞ്ഞുകളെ സ്ഥാപിക്കുക. ഏതാ? അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: പെസഹ പെരുന്നാൾ നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ തിരുശരീര കൈകളിൽ എടുത്തു, വാഴ്ത്തി, ശുദ്ധീകരിച്ചു, മുറിച്ചു എന്ന് പറയുന്ന വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. സ്ഥാപന വചനങ്ങൾ എന്ന് പറയും. സ്ഥാപന വചനങ്ങൾ. അതിനകത്ത് 7 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. 7 ഭാഗങ്ങൾ. പല വ്യാഖ്യാനങ്ങളിലും പല രീതിയിൽ കാണുന്നുണ്ട്. എന്നാലും 7 ഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? 1, അപ്പം എടുത്തു. 2, പിതാവാം ദൈവത്തെ കാണിച്ചു. 3, സ്തോത്രം ചെയ്തു. 4, വാഴ്ത്തി. 5, ശുദ്ധീകരിച്ചു. 6, മുറിച്ചു. 7, കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ഒന്നാമത്തേതാ? അപ്പം എടുത്തു. 2, പിതാവിനെ കാണിച്ചു. 3, സ്തോത്രം ചെയ്തു. 4, വാഴ്ത്തി. 5, ശുദ്ധീകരിച്ചു. 6, മുറിച്ചു. 7, കൊടുത്തു. ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഏതിനകത്താ പറഞ്ഞേ? വേർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്ഥാപന വചനങ്ങളിനകത്ത് പറയുന്ന വാചകമാണ്. അത് കഴിഞ്ഞിട്ട് അനംനിസിസ് എന്ന് പറയും. എന്താ ഈ അനംനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർമ്മ നടത്തുന്നു, അല്ലെങ്കിൽ ഓർമ്മ നടത്തുന്ന രംഗമാണ്. ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്തു കൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ താൻ ഇത് ഭരമേൽപ്പിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അച്ഛൻ്റെ കയ്യിലിരിക്കുന്നത്? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ല അല്ലേ? വെട്ടം കയറുന്നുണ്ടോ? എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഷിബു ചേട്ടായെ വിളിച്ച് കംപ്ലീറ്റ് ഫോട്ടോ എടുത്തതാ. ഇതിനു വേണ്ടി എടുത്താ. ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്ത ഫോട്ടോസാ. കൈക്കകത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? എന്തൊക്കെയാ അച്ഛൻ്റെ കയ്യിൽ എന്തൊക്കെയാ അപ്പൊ ഇരിക്കുന്നേ? കുഷനും സ്പൂണും. ഇതെന്താണെന്ന് ഞാൻ പറ്റുവാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം. ആ സമയത്ത് ഇത് കാണിച്ചിട്ട് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ. ഇതിനെ ചില പുസ്തകങ്ങളിലൊക്കെ എന്താണെന്നറിയാമോ? കർത്താവ് മിന്നൽ വേഗത്തിൽ വരുമെന്നുള്ളതിൻ്റെ പ്രതീകമാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനെ അത്രമാത്രം അങ്ങോട്ട് ഞാൻ പഠിച്ച ക്രമീകരണങ്ങളിലെങ്ങും കാണാത്തതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെ കാണിച്ച് പെട്ടെന്ന് കൊണ്ടുവന്ന കർത്താവിൻ്റെ 2ാമത്തെ വരവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. എങ്കിലും എനിക്കതിനെപ്പറ്റി പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയുന്നില്ല. അതിന് തൊട്ട് ശേഷം
വായിക്കാൻ പറ്റുമോ? എന്താ വായിച്ചേ? ഇൻവൊക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബാറയ്ക്കുമോർ, എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളുടെ പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയത്ര ഭ്രമിക്കത്തക്കതുമാവുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഇത് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ച്? എന്തോ പറഞ്ഞെന്തോ? ഇപ്പം പരിശുദ്ധാത്മാവ് ഈ സമയത്ത് എന്തോ ചെയ്യാൻ പോവാ? ഇറങ്ങി വരാൻ പോവുകയാണ്. ഇറങ്ങി വരാൻ പോകുന്ന സമയത്ത് നിങ്ങളെല്ലാം എന്തോ ചെയ്യണമെന്നാ പറഞ്ഞേ? അടക്കത്തോടും ഭയത്തോടും കൂടെ നിന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആ സമയത്താ പല രീതിയിലുള്ള സംസാരങ്ങളിലേക്ക് പോകുന്നത്. ഓർത്തുകൊള്ളണം, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കാൻ പോവാ. അച്ഛൻ്റെ കൈകൾ ആവസിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഇറക്കി ആവസിപ്പിക്കുന്നതിന് തുല്യമായിട്ട് ഇതിങ്ങനെ ആവസിപ്പിച്ച് താഴോട്ട് ഇറക്കിക്കൊണ്ടുവരിക. ആ സമയത്ത് ദയവ് ചെയ്ത് നിങ്ങളോട് പ്രത്യേകം പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾ ശബ്ദമുണ്ടാക്കാനോ ഒരു ക്രമീകരണങ്ങളിലേക്കും പോകരുത്, വേറെ ഒന്നിലേക്കും. ഇനി നിങ്ങൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഇതൊക്കെ ഓർക്കണം. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ പോവാ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ശരി, അത് കഴിഞ്ഞ ഉടനടി അച്ഛൻ എന്തോ പറയും? കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം. ഇത് എവിടെ വെച്ചെടുത്ത് എവിടുന്ന് വന്ന പ്രാർത്ഥനയാ? ഏലിയാവിന്റെ. എവിടെയാ പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 37-38 വാക്യം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ശരി, ഇനി നമുക്ക് അതിന്റെ ഏറ്റവും അവസാനത്തിലേക്ക്, പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്നതിന്റെ ഏറ്റവും അവസാനം ഇങ്ങനെ പറയും. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വീണ്ടും ഒരു കൈ മാത്രം, മറ്റേത് എങ്ങനെയായിരുന്നു? 2 കൈയും ആവസിക്കുക. 2 കൈ ആവസിക്കുന്നതിന് പകരം ഏറ്റവും അവസാനമായി ഒരു കൈ മാത്രം ആവസിക്കണം. ഇങ്ങനെ പറയും, പരിശുദ്ധ റൂഹ ഇറങ്ങി ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. അപ്പൊ എന്തോ ആയി മാറി എന്ന് അതിന്റെ അർത്ഥം? കർത്താവ് യേശു തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളായിട്ട് മാറി. നമുക്കിത് വല്ലതും ചിന്തയുണ്ടോ? ആ സമയത്തല്ലേ നമ്മൾ പേപ്പർ ചുരുട്ടാൻ പോകുന്നത്, പേന ചുരുട്ടാൻ പോകുന്നത്, എന്തെല്ലാം പരിപാടികൾ വേണേലും ഒപ്പിക്കാൻ പോകുന്നത്. ഇപ്പൊ എത്ര ഭാഗം കഴിഞ്ഞു എന്ന് പറഞ്ഞേ? 2 ഭാഗം കഴിഞ്ഞു. 3-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പരസ്യ ശുശ്രൂഷയുടെ 2 ഭാഗങ്ങളിൽ 2-ാം ഭാഗത്തിന്റെ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 3-ാം അധ്യായം എവിടെ തുടങ്ങുന്നു? തുബ്ദേൻ, ഡിപിക്സ് എന്ന് പറയും. തുബ്ദേൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തുബ്ദേന്റെ സമയത്ത് എത്ര പ്രാർത്ഥന നടത്തുന്നുണ്ടെന്ന് അറിയാവോ? എത്ര പ്രാർത്ഥനയാ? 6 എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. ഇല്ലയോ? 6 അല്ല, 12 എന്നുള്ളവരൊന്ന് കൈവക്കിയേ. ആണ്ട് പിന്നെയും കുറച്ചുകൂടെ പൊങ്ങി. എൻ്റെ അച്ഛ, ഇനി 6 ആയാലും കൊള്ളാം, 18 ആയാലും കൊള്ളാം, 24 ആയാലും കൊള്ളാം, ഞങ്ങൾ കൈ പൊക്കത്തില്ലെന്ന് പറയുന്ന ചിലരുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് കുളിക്കാൻ വന്നവരും അല്ലായിരിക്കും അല്ലേ, അടുത്തിരിക്കുന്നവർക്ക് വാട ഉണ്ടാവുന്ന വെച്ചാൽ. ശരി, 18 എന്നുള്ളവരൊന്ന് കൈവക്കിയേ. ശരി, താത്തിട്ടോ. 18 പ്രാർത്ഥനകൾ അടങ്ങുന്നതാണ് തുബ്ദേന്റെ ചെറിയ സമയം. അന്നേരമാ എൻ്റെ പൊന്നെ ഇന്ന് കാണാൻ പോകുന്ന സിനിമയുടെ കാര്യവും ഇന്നലെ വൈകിട്ട് കണ്ട സിനിമയുടെ കഥയും പറയണത്. എന്തോരം ദോഷമാണെന്നറിയാവോ? എന്നാ ദോഷമാണെന്നറിയാവോ? അത് 18 പ്രാർത്ഥനകൾ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് തുബ്ദേൻ. ഇനി എത്ര തുബ്ദേൻ ഉണ്ടെന്ന് പറഞ്ഞേ? 6. ഏതൊക്കെ? സോറി, ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഈ 18 പ്രാർത്ഥനകൾ എത്ര എണ്ണം ജനം ചൊല്ലുന്നുണ്ട്? എത്ര എണ്ണം അച്ഛന്മാർ ചൊല്ലുന്നുണ്ട്? ശരി, ഞാൻ പറയട്ടെ. അച്ഛന്മാർ 6 എണ്ണം, ശുശ്രൂഷകരും ജനങ്ങളും ചേർന്ന് 12 എണ്ണം എന്നുള്ളതൊന്ന് കൈവക്കിക്കേ. അത് ശരിയാണെന്നുള്ളവര് അല്ല, 2-3 പേരേ ഉള്ളൂ. ഇനി അടുത്തത്, അച്ഛന്മാര് 12 എണ്ണം, ജനങ്ങൾ 6 എണ്ണം. കൈ താത്തിട്ടെ. ഇതിലൊന്നും കൈ പൊക്കാത്തവരൊന്ന് കൈ പൊക്കിക്കേ. ഒന്ന് പൊക്കിക്കേ, കാണട്ടെ. ഇത് പൊക്കിക്കേ, നല്ലപോലെ പൊക്കിക്കേ, കാണട്ടെ. എന്തേലും അഭിപ്രായം വേണമല്ലോ. ശരി, താത്തിട്ടെ.
ഈ ഞങ്ങളുടെ നാട്ടിൽ പറയും ഒന്നിൽ ആണായിരിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത എന്തുവാണ്? ആ ആ ആ ഞാൻ പറയണില്ല, കാരണം ഇത് പലരും കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറയണില്ല. നമുക്കൊരു വാദം വേണം, ഏതുമായിക്കൊള്ളട്ടെ ഒരു വാദം വേണം. അച്ഛൻ ആദ്യം പരസ്യമായ ഒരു പ്രാർത്ഥന ചൊല്ലും, അത് കഴിഞ്ഞ് തുബ്ദേൻ ഇവിടെ വായിക്കും. അന്നേരം അച്ഛൻ എന്തോ ചെയ്യും? രഹസ്യമായ ഒരു പ്രാർത്ഥന നടത്തും. തുബ്ദേൻ കഴിയുമ്പോൾ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്തോ പറയും? കുറിയേലായിസോൻ. അന്നേരം എന്തുവാ? അതും ഒരു പ്രാർത്ഥന. അങ്ങനെയാണ് അച്ഛന്മാർ 2 പ്രാവശ്യം വീതം 6 6 6 2 6, അതായത് 12 പ്രാർത്ഥനയും, ജനം 1 പ്രാവശ്യം 6 പ്രാർത്ഥനയും. അങ്ങനെയാ 18 പ്രാർത്ഥന. ശരി, ഇനി നമുക്ക് ഒന്ന് നോക്കാം. 6 തുബ്ദേനം നിങ്ങൾ പറഞ്ഞു. ഈ 6 തുബ്ദേനിൽ എത്ര എണ്ണം ജീവനുള്ളവരെ ഓർക്കുന്നു? എത്ര എണ്ണം മരിച്ചുപോയവരെ ഓർക്കുന്നു? 3 എണ്ണം ജീവനുള്ളവരെയും 3 എണ്ണം. എനിക്ക് ഒത്തിരി സന്തോഷം. ഇത്രയും വർഷം ഈ ബാലസമാജത്തിൽ 3 വർഷമായിട്ട് ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നു. ഈ 3 വർഷത്തിൽ ഇത്രയും സന്തോഷത്തോടെ ഞാൻ ക്ലാസ് എടുത്ത ഒരു വർഷം ഇല്ല. മതി, കാരണം അത്ര എനർജറ്റിക് ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതെനിക്കറിയാം. ഇപ്പം നിങ്ങൾ സമയം നോക്കിയാൽ 12:45 കഴിഞ്ഞു, 1 മണിയാകാൻ പോകുന്നു. എന്നിട്ട് നിങ്ങൾ ഇത്ര എനർജറ്റിക് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ട്. എന്നും ആയിക്കോട്ടെ, ആദ്യത്തെ 3 എണ്ണം ഇനി നമ്മൾ എടുക്കാൻ പോവാം. ആദ്യത്തെ 3 എണ്ണം ജീവനോടിരിക്കുന്നവരെ ഓർക്കുന്നു. അതിൽ ഒന്നാമത്തേത് ആരെയൊക്കെയാ ഓർക്കുന്നത് പറയാമോ? സഭയുടെ തലവന്മാരെ, ഭദ്രാസനത്തിന്റെ തലവനെ. ഇത്ര നിങ്ങൾക്ക് അറിയാം. രണ്ടാമത്തെ തുബ്ദേൻ ആരെ ഓർക്കുന്ന? ജീവനോടിരിക്കുന്ന പിതാക്കന്മാരെ. മൂന്നാമത്തെ തുബ്ദേനോ? ജീവനോടിരിക്കുന്ന പിതാക്കന്മാർ, ഭരണകർത്താക്കൾ, അങ്ങനെയുള്ള ആളുകളെ. നാലാമത്തെ തുബ്ദേനോ? നാലാമത്തെ തുബ്ദേൻ ആരാ? കർത്താവ് യേശു തമ്പുരാന്റെ അമ്മ, ശിഷ്യന്മാര്, അപ്പോസ്തോലിയ അല്ലെങ്കിൽ അപ്പോസ്തോൽമാർ വരെ അവിടെ നിൽക്കുന്നു അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നേ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ അത്രയും വരെ പറഞ്ഞു നിർത്തുന്നു. ഇനിയും 5-ാം തുബ്ദേനിലോട്ട് കയറുമ്പോഴോ? അപ്പൊ ഞാനൊരു വേറൊരു സംശയം ചോദിക്കട്ടെ. നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് കുർബാനയിൽ ഓർക്കണമെന്ന് എഴുതി കൊടുക്കും അച്ഛൻ്റെ കയ്യിൽ. അച്ഛാ ഞങ്ങളുടെ പേരെന്ന് ഓർക്കണേ. അപ്പൊ അച്ഛൻ അത് എത്രാം തുബ്ദേനിലായിരിക്കും ഓർക്കുന്നേ? എത്രാം തുബ്ദേൻ? ഞാൻ പറയാം. 1 ഓർക്കുന്നവരെന്ന് കൈ നോക്കിക്കേ. 2 ശിഖണ്ഡികൾ ഇതിനകത്തും ഉണ്ടാകരുത്. 3 2ഉം 3ഉം കേട്ടോ. 2 അല്ലെങ്കിൽ 3 ഇതിൽ ഏതിൽ വേണമെങ്കിലും ഓർക്കാം നിങ്ങളുടെ പേര്. 4-ാമത്തെ തുബ്ദേൻ നമ്മളെ ഓർക്കുന്നതല്ല. 5-ാമത്തെ തുബ്ദേനോ? സഭയെ ഭരിച്ചിട്ടുള്ള പിതാക്കന്മാരെ ഓർക്കുന്ന. അത് പ്രത്യേകാല് 4-ാം നൂറ്റാണ്ട് വരെയുള്ള പിതാക്കന്മാരെ ഓർക്കുന്നു എന്നാണ് പറയുന്നത്. സോറി, 6-ാം നൂറ്റാണ്ട് വരെയുള്ള പിതാക്കന്മാരെ ഓർക്കുന്നുണ്ട്. എത്ര പേരുടെ പേരുണ്ടെന്ന് അറിയാമോ? വായിക്കൊള്ളാത്ത ഒത്തിരി പേരുണ്ടല്ലോ. എത്ര പേരുണ്ട്? 20. ഞാൻ ചോദിക്കട്ടെ, 22 കൈ പൊക്കിക്കേ. 23, 24, ഭൂരിപക്ഷം 24. 25, 26. ശരി, താത്തിട്ടോ. 23 പേരുടെ പേര് പ്രധാനമായിട്ടും, അതിനുശേഷം എൽദോമാർ ബസേലിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരും. ഇപ്പം നമ്മൾ 2 പേരുടെ പേരോട് ചേർത്ത് അപ്പൊ എത്രയായി? 26. 26 പേരുടെ പേര് നമ്മൾ ഓർക്കുന്നുണ്ട്. ഇനിയും ആറാം തുബ്ദേനിലേക്ക്. 6-ാം തുബ്ദേൻ ആരെ ഓർക്കുന്ന? മരിച്ചുപോയവരെ ഓർക്കുന്ന തുബ്ദേനാണ്. അപ്പം അവിടെ തുബ്ദേൻ പൂർത്തീകരിച്ചിട്ട്, അത് കൂടുതലായിട്ട് പറയാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അച്ഛന്മാരാണെങ്കിൽ ആ സമയത്ത് ഈ മരിച്ചുപോയവരുടെ എല്ലാവരുടെയും പേരോർത്ത് പീലാസായാലും കാസായാലും പീലാസായാലും വരച്ച്, തബലൈത്തായാലും വരച്ച്, എഴുതി തന്നിരിക്കുന്ന പുസ്തകത്തിലും വരച്ച്, കുർബാന തക്സായാലും വരച്ച്, ഇത്രയും കഴിയുമ്പോൾ അവിടുത്തെ പ്രാർത്ഥന. തുബ്ദേൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രെയർ ഫോർ ദ ഡിപ്പാർട്ടഡ്, വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നതാ? ഫ്രാക്ഷൻ. ആശീർവാദത്തോടെ കഴിഞ്ഞതാ? വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തോത്തിലോട്ട് കയറുക? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? കണ്ണിപ്പിന്റെ ശുശ്രൂഷ. ഏതാ കണ്ണിപ്പിന്റെ ശുശ്രൂഷയുടെ പാട്ട് ഏതാ? ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ മുട്ടുന്നു ദാസ
നാദം ബാരയ്ക്കുമോ കുറിയേലൈസോൻ. ആവശ്യത്താ ഹല്ലേലൂയ അടിയാരെ തള്ളിടല്ലേ ബാരയ്ക്കുമോ കുറിയേലായി. ശരിയായല്ലോ? ഇരിക്കെ. ഇപ്പൊ നമ്മള് കണ്ണിപ്പിന്റെ ശുശ്രൂഷ വരെ കഴിഞ്ഞു. ഇപ്പൊ എത്ര ഭാഗം കഴിഞ്ഞു എന്നറിയാമോ? എത്ര ഭാഗം കഴിഞ്ഞു? 3 ഭാഗം കഴിഞ്ഞു. 4-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുക. ഇത്ര നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇങ്ങനെ ഇത്ര ഭാഗങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയായിരുന്നോ? കുറച്ചു പേർക്കൊക്കെ അറിയായിരുന്നു അല്ലേ? ശരി, 4-ാം ഭാഗം ആരംഭിക്കുന്ന എന്തുകൊണ്ടാ? പ്രധാനമായിട്ട് അതിനകത്തുള്ളത് കർത്താവ് യേശുമ്പുരാൻ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന. കണ്ണിപ്പിന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവിൻ്റെ യേശുമ്പുരാന്റെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന. ക്രൂശിച്ച് കിടന്ന സമയത്ത്, യേശു ക്രൂശിൽ കിടന്ന സമയത്ത് ഭൂമിയിൽ എന്തോ ഉണ്ടായിരുന്നോ? വെളിച്ചം ഉണ്ടായിരുന്നോ? അതിൻ്റെ അടയാളമായിട്ടാണ് ഈ മറയിട്ടിരിക്കുന്നതെന്നൊക്കെ ആ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത്. അതുകൊണ്ടാണ്. ഇനിയും നിങ്ങൾ അറിയാത്തൊരു കാര്യം ഇവിടെ പറയാം. ഈ കൃപാന ഖണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടുവെ മുറിച്ചു വയ്ക്കുക മാത്രമല്ല, അതിനകത്ത് കുഞ്ഞാടിൻ്റെ രൂപത്തിൽ ഈ അപ്പം മുറിച്ചു വയ്ക്കും, മാലാഖയുടെ രൂപത്തിൽ ചിലപ്പം മുറിച്ചു വയ്ക്കും, ചിലപ്പം മനുഷ്യൻ്റെ രൂപത്തിൽ വെക്കും. ഇങ്ങനെ പല രീതിയിൽ ഞങ്ങളെ അച്ഛന്മാരെ കൃപാന ചൊല്ലുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ചിലരിതൊക്കെ കേട്ടിങ്ങനെ അത്ഭുതം തോന്നും. എങ്ങനെ തുറന്നു വെച്ചേക്കുന്നത്, അങ്ങ് അടയ്ക്ക്. ഇങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ പഠിച്ചോളും. നിങ്ങളൊക്കെ അച്ഛന്മാരാകുമ്പോൾ പഠിച്ചോളും. കൃപാന ഇങ്ങനെ ഖണ്ഡിച്ചിട്ട് മനുഷ്യൻ്റെ രൂപം, കുഞ്ഞാടിൻ്റെ രൂപം, മാലാഖയുടെ രൂപം ഒക്കെ ആയിട്ട് ഖണ്ഡിച്ചു വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പുതിയ 4-ാം അധ്യായത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നു. ആ സമയത്ത് എങ്ങനെ നിൽക്കണമെന്ന് നമ്മളെ പിതാക്കന്മാർ പഠിപ്പിച്ചേ? കൈകൾ ഉയർത്തി പിടിച്ചിരിക്കണമെന്നാ. സ്വർഗസ്ഥനായ പിതാവെ എപ്പോൾ ചൊല്ലിയാലും കൈകൾ ഉയർത്തി പിടിച്ചിരിക്കണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതിനുശേഷം എന്തോ ചെയ്യുന്നറിയാമോ? ആശീർവാദം പറഞ്ഞിട്ട്, എനിക്ക് എല്ലാം കൂടെ പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത്, ഇത് നമ്മുടെ അന്ത്യോക്യൻ സഭയുടെ തലവനാണ് കേട്ടോ. ഈ ചിത്രവും നമുക്ക് എടുക്കാനായിട്ട് അവകാശമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ചിത്രം ഞാൻ അങ്ങനെ എടുപ്പിക്കാതെ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് ഈ പടം എടുത്തത്. ഇനിയുള്ളതാണ് ഈ പറഞ്ഞ എലിവേഷൻ ഓഫ് ദ ഹോളി മിസ്റ്ററീസ്. കർത്താവ് യേശുമ്പുരാന്റെ തിരുശരീര രക്തങ്ങളെ ആഘോഷിക്കുന്ന സമയം. തിരുശരീര രക്തങ്ങളെ ആഘോഷിക്കുന്ന സമയം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പിന്നെന്താ പറയുന്നേ? പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ശരീരത്തെ ആഘോഷിക്കുന്നു. അതിനുശേഷം കർത്താവിൻ്റെ രക്തങ്ങളെ ആഘോഷിക്കുന്നു. ഇതിന് ശേഷം പിന്നീട് എങ്ങനെ ചെയ്യുന്നതെന്നറിയാമോ? ഇത്രയും ആഘോഷം കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ എന്തോ ചെയ്യുന്നറിയാമോ? ഇത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ പിടിക്കും. അതും ഞാൻ നോക്കിയിട്ട് നമ്മുടെ സഭയിലെ അങ്ങനെ ഒരു പടം കിട്ടാത്തതുകൊണ്ടാണ്. ദയവായിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇത് മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു തിരുമേനിയുടെയാണ്. തിരുമേനി ഇങ്ങനെ ഒത്തിരി സെർച്ച് ചെയ്ത് നമ്മുടെ തിരുമേനിമാരുടെ ആരുടെയും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരു 1-2 മണിക്കൂറെങ്കിലും ഞാൻ ഇതിനു വേണ്ടി മാത്രം സെർച്ച് ചെയ്ത് ഈ ഒരു ചിത്രം കിട്ടാൻ വേണ്ടി. അവസാനമാണ് ഇത് പിന്നെ കിട്ടി. ഞാൻ അത് തൽക്കാലത്തേക്ക് പേസ്റ്റ് ചെയ്ത്. കൈകൾ പിണച്ച് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? കൈകൾ പിണച്ച് വെച്ചേക്കുന്നത് കാണാൻ പറ്റുമോ? ഒരു കൈയുടെ മണ്ടയ്ക്ക് മറ്റേ കൈ വെച്ചേക്കുന്നത് കാണാൻ പറ്റുമോ? കുറച്ചെങ്കിലും. ശരി, അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ തൻ്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ രക്ഷിച്ചുവെന്ന് ഏകപുത്രൻ നമ്മോടുകൂടെ സകലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ എന്ന് പറയുന്ന തൃത്വനാമത്തിൽ ആ പ്രാർത്ഥന കരയറ്റിക്കൊണ്ട് നിർത്തുന്നു. അപ്പൊ കുർബാനയുടെ 4-ാമത്തെ ഭാഗത്തിന്റെ അവസാനത്തിലേക്ക് പിന്നീട് എന്താ ചെയ്യുന്നേ? ദൈവസുതന്മാരായിടുവാനുള്ള പാട്ട് ചൊല്ലി കുക്കിലിയോൻ ചൊല്ലുന്നു. ഏതൊക്കെയാ കുക്കിലിയോൻ? എത്ര കുക്കിലിയോൻ ഉണ്ട്? 4 5 5 കുക്കിലിയോൻ ഉണ്ട്. പക്ഷെ കുർബാനയ്ക്ക് എത്ര ഉപയോഗിക്കത്തുള്ളൂ? 4. ഏതൊക്കെയാ? നിന്നാൾ സ്തുതിയോടു രാജമകൾ ഫലമായി രാജഭാമിനിയും. അതൊരെണ്ണം. രണ്ടാമത്തെ ഏതാ? നിധിമാൻ പന പോലെ തളിർത്തിടുമേ
ഹല്ലേലൂയ. വളരും അവൻ ലെബനോൻ കാരകിൽ പോൽ. അത് രണ്ടാമത്തെ. ഒന്നാമത്തെ ആരെ ഓർത്തോണ്ടുള്ള? ദൈവമാതാവിനെ. രണ്ടാമത്തേത് പരിശുദ്ധന്മാരെ. 3 ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും. നിൻ അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്താവി തിന്മൂലം. അതപ്പോ ആരെ ഓർത്തോണ്ടുള്ള? ആചാര്യന്മാരെ. 4 മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. അതാരെ ഓർത്തോണ്ടുള്ള? പരേതരായിട്ടുള്ളവരെ ഓർത്തോണ്ട്. ഇനി എന്താ നടക്കാൻ പോകുന്നത് അടുത്തത്? ഇനി എന്താ അടുത്ത് കൊടുക്കാൻ? ഇത് ഞങ്ങളുടെ ഈ കബർ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ മനപ്പൂർവ്വം ഈ ഫോട്ടോ ചുമ്മാതെ എടുത്തിട്ടല്ല, ചുമ്മാ മനപ്പൂർവ്വം എടുത്തിട്ടാ. അത് ആരുടെ പടമാണ് കാണുന്നതെന്ന് അറിയാമോ? അയ്യോ, ഞാൻ ധൂപക്കുറ്റി വീശുന്നേ. അവിടെ ഒരു പടം ഇരിക്കുന്നുണ്ടോ? ആരുടെ പടമെന്നറിയോ? കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചനാണോ? കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചൻ ആരാന്നറിയാമോ? മലയാളത്തിലേക്ക് വേദപുസ്തകം ആദ്യമായി സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തി 11 അധ്യായവും വിവർത്തനം ചെയ്ത വ്യക്തിത്വമാണ്. ഭയങ്കര പരിശുദ്ധനായ ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ കണ്ണങ്കോട് പള്ളിയിൽ, നിങ്ങൾ കണ്ണങ്കോട് പള്ളിയിൽ നിന്നുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ്, ചുമ്മാ ഒന്ന് എഴുന്നേറ്റ്. കണ്ടോ, ഇത്രയും പേര് അവിടുന്ന് വന്നവരാണ്. ഞങ്ങളുടെ പള്ളിയിലാണ് ഈ റമ്പാശൻ കബറടങ്ങിയിരിക്കുന്നത്, കണ്ണങ്കോട് പള്ളിയിലാണ്. ശരി, അപ്പൊ ഇത് കഴിഞ്ഞ് ധൂപപ്രാർത്ഥന കഴിഞ്ഞു. പിന്നെ ഇനി എന്തോ ചെയ്യാൻ പോകുന്നേ? കുർബാന കൊടുക്കുക. കുർബാന കൊടുക്കുന്നു. കുർബാന കൊടുക്കുന്നതിന് നമ്മൾ അച്ഛന്മാരിങ്ങനെ പറയും: നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരക്തങ്ങളാകുന്ന തീക്കട്ട 2 ലോകങ്ങളിലും, അത് എവിടേക്കാ? ഈ ലോകത്തും വരുവാനുള്ള കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി. പിന്നെന്തുവാ? സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. അതുകൊണ്ടാ പറഞ്ഞേ, നമ്മുടെ സഭയിലെ വിശ്വാസം ഇല്ലാത്ത ആളുകൾ ആരും തന്നെ വിശുദ്ധ കുർബാന അനുഭവിക്കരുത് എന്ന് പറയും. അതിന് ഹോളി കമ്മ്യൂണിയൻ അവിടെ നടക്കുന്നു. അടുത്ത എന്തുവാ? അടുത്ത രണ്ടാമത്തെ വരവ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വരവ് എങ്ങനെയാ? നാം അട്ടഹസിച്ച് പറയണം. പറഞ്ഞേ, ഉറക്കം വിശക്കുന്നോ? ശരി, ഞാൻ പറഞ്ഞതിന് ശേഷം ബാക്കി പറയാം. എനിക്കറിയാം നിങ്ങൾക്ക് വിശപ്പ് തുടങ്ങിയെന്ന് എനിക്കറിയാം. എനിക്കും വിശക്കുന്നു. നാം അട്ടഹസിച്ച് പറയണം. ഇത് കർത്താവേശു തമ്പുരാന്റെ രണ്ടാമത്തെ വരവിനെ ഓർപ്പിക്കുകയാണ്. സെക്കൻഡ് കമ്മിങ്, വരുവാനുള്ള വരവ്. അതിനെ ഓർത്തുകൊണ്ടാണ് ഇത്രയും മഹത്വത്തോടെ, അതായത് ദേവാലയത്തിലെ somebody is there who is making noise that I don't like. Those who are not interested, you just get out from this hall. ബാക്കി ആളുകളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. കർത്താവേശു തമ്പുരാന്റെ രണ്ടാമത്തെ വരവിനെ ഓർക്കുന്നതാണ് ഇത്. ഈ സമയത്താണ് ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നത്: വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരും സംബന്ധിപ്പാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും 2 ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്നെ പഠിപ്പിച്ച അച്ഛന്മാരൊക്കെ പറഞ്ഞു തന്നാണ്, കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ മുഖം കാണരുത്. ഇത്ര ഗ്ലാമറുള്ള എൻ്റെ മുഖം പോലും ഞാൻ കാണിക്കാറില്ല. അതെന്താ നിങ്ങൾ ചിരിക്കണ? എൻ്റെ മുഖം ഗ്ലാമർ അല്ലേ? ഏവെങ്കിലും വായിക്കാൻ വരുമ്പോഴും വിശുദ്ധ ഏവെങ്കിലും പുസ്തകം ഇങ്ങനെ മുഖത്തെ മറച്ചുകൊണ്ട് തന്നെ വരണമെന്നാ എന്നെ പഠിപ്പിച്ചിരുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെ വന്നു അവിടെ വെച്ച് നമ്മൾ എന്തോ ചൊല്ലും? സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേ ആർക്കും മൃതരിൽ കരുണയും ഉണ്ടാകാ. ഞാനിങ്ങനെ കൈ ചേർത്ത് വെച്ചേക്കുന്നതിന്റെ പടം ശിവചേട്ട എടുത്തപ്പം അത് ഫേക്ക് ആയിപ്പോയി. ഇങ്ങനെ എന്താ പറയാ,
ഷെയ്ക്കായി പോയതിൻ്റെ ഫലമായിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ സെർച്ച് ചെയ്ത് സെവറിയസ് തിരുമേനിയുടെ ഒരു പടമാണ് എടുത്ത് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇവിടെ പിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ക്രൂശിത ആകൃതിയിൽ, കുരിശിന്റെ ആകൃതിയിൽ കൈവച്ചുകൊണ്ട് ജനത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതീകമാണ്. എവിടുന്ന ഈ കുരിശ് വന്നതെന്ന് ആദ്യം നിങ്ങൾക്ക് പറയാമോ? എവിടെയാ ആദ്യമായിട്ട് കുരിശിന്റെ കാണുന്നത്? വേദപുസ്തകത്തിൽ എവിടെയാ കാണുന്നത് പറയാമോ? എവിടെയാ? ഒരാളെ കൊന്നു. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് ഒരാളെ കൊന്ന ആരാ? കായീൻ. ആരെ കൊന്നു? ഹാബേലിനെ കൊന്നു. ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ കായീൻ പേടിച്ചു പോയി. എന്നെ ഇനി ആരെങ്കിലും കണ്ടാൽ എന്തോ ചെയ്യും? എന്നെയും കൊല്ലും. അതുകൊണ്ട് നീ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം, ഒരു അടയാളം ചെയ്തു തരണം. അങ്ങനെ ദൈവം തമ്പുരാൻ ആദ്യമായിട്ട് കായീന് ഒരു അടയാളം കൊടുത്തു. അതാണ് കുരിശിന്റെ അടയാളം. പിന്നീട് ഇങ്ങോട്ട് വരുമ്പം യാക്കോബ് യോസഫിന്റെ 2 മക്കളും മനശ്ശെയും എഫ്രീമിനെ അനുഗ്രഹിക്കാൻ കൈ ഇങ്ങനെ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു എന്നാ പറയും. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പം ഈ പറയുന്ന സംഹാരദൂതൻ കടന്നു പോകുമ്പം ഇസ്രയേൽ മക്കളുടെ ഭവനത്തിൽ കയറാതിരിക്കാൻ കട്ടളപ്പടിമേൽ വരച്ച അടയാളം. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ കർത്താവ് യേശു തമ്പുരാന്റെ കുരിശിൽ അത് അന്വർത്ഥമായി തീരുക. അല്ലാതെ കുരിശിത രൂപം എടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം കുരിശിക്കല്ലേ. ഇത് വർഷങ്ങൾക്ക് മുമ്പേ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ വേദപുസ്തകത്തിലും സഭയുടെ ചരിത്രത്തിലും കണ്ടതിന് ശേഷം എടുത്തു വെക്കുന്ന അത്ര മഹത്തരമാണ് ഈ ക്രൂശിത രൂപം. അങ്ങനെ കുരിശാകൃതിയിൽ പ്രാർത്ഥന നടത്തി അനുഗ്രഹിച്ച് തീരുമ്പോൾ എത്രാം ഭാഗം തീർന്നു? 4-ാം ഭാഗം തീർന്നു. 5-ാം ഭാഗം തുടങ്ങുന്നു. 5-ാം ഭാഗത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാമല്ലോ. എന്തൊക്കെയാ? ദൈവത്തിന് നന്ദി കരയറ്റുക. സൊസോസിന്റെ ക്രമം അനുസരിച്ചാണെങ്കിൽ, സാധാരണ ഭക്ഷണത്തിൽ പരിചരിച്ചിരുന്ന ഞങ്ങളുടെ വായ്കളെ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള താങ്ക്സ് ഗിവിംഗ് പ്രെയർ നടത്തി. താങ്ക്സ് ഗിവിംഗ് പ്രെയറിന്റെ അവസാനം എന്നതാ? ഫൈനൽ ബെനഡിക്ഷൻ. ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ആശീർവാദം, സ്ലൈഹി ആശീർവാദം പോലെ തന്നെ. എനിക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട 2-ാമത്തെ പടമാണിത്. എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. ഈ പടം ആരുടെ പടമായത്? ആരാന്നോ കാണാമോ നിങ്ങൾക്ക്? ആരാ? പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ കാതോലിക്ക. എൻ്റെ വളരെ ചെറുപ്പകാലങ്ങളിൽ തിരുമേനിയുടെ ഈ ആശീർവാദം കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇത്രയും ഇഷ്ടമുള്ളൊരു കാഴ്ചയില്ല. തിരുമേനിയുടെ വാത്സല്യമുള്ളവർ എന്ന് പറയുന്ന ഒരു ശബ്ദം എല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോകും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പടം ഒത്തിരി ശ്രദ്ധിച്ചു. ഇനി നിങ്ങളറിയാം, ഈ ഫൈനൽ ബെനഡിക്ഷൻ ഇവിടെ എഴുതിയേക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ തിരുമേനിയുടെ ഒരു പെരുന്നാളിന്റെ നോട്ടീസാ. ഈ എഴുതിയേക്കുന്ന കറുപ്പ് ഇങ്ങോട്ട് മാറ്റിയാൽ നിങ്ങൾക്ക് പെരുന്നാളിന്റെ നോട്ടീസ് കാണാം. അതിനുവേണ്ടി ഞാനൊരു ഒരു കറുപ്പെടുത്ത് അവിടെ പേസ്റ്റ് ചെയ്ത്, ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടില്ലേ എവിടെയാ അത് എഴുതി വെച്ചേക്കുന്നത്? താഴെ എഴുതി വെച്ചേക്കുന്നത്. ഇത് മാത്രം സൈഡിൽ പേസ്റ്റ് ചെയ്തതിന്റെ കാരണം അത് കിട്ടണം, ഈ പടം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവസാനത്തെ ആശീർവാദം ഏതുവാ? ഏറ്റവും അവസാനം പറയുന്നത് എന്തിനാ? ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൈക്കൊള്ളപ്പെട്ട് അംഗീകരിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോകുവീൻ. എന്നേക്കും ബലഹീന ഞങ്ങൾക്ക് വേണ്ടി. അങ്ങനെ കുർബാനയുടെ 2-ാം ഭാഗവും അവസാനിച്ചു. പരസ്യ ശുശ്രൂഷയുടെ 2-ാം ഭാഗവും അവസാനിച്ചു. ഏറ്റവും അവസാനത്തെ ഭാഗം ഏതാ? പോസ്റ്റ് കമ്മ്യൂണിയൻ അല്ലെങ്കിൽ അവസാനത്തെ സമാപന രഹസ്യ പ്രാർത്ഥന. അത് നിങ്ങൾക്ക് മദ്ബഹായിൽ കയറുന്നവരൊന്ന് കൈവക്കിയേ. നിങ്ങൾക്കറിയാം ഏതാ പാട്ട്? ഏതാ അന്നേരം പാടുന്നേ? തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ നിൻ ബലിയാലൻ കഷ്ടതമ. അന്നേരം ഈ സമയത്താണ് എന്തോ ചെയ്യുന്നത്? കാസാപിലാസ എല്ലാം കഴുകി തുടച്ച് അച്ഛൻ അത് സൂക്ഷിക്കാൻ കൊടുക്കുന്നത്. അതിനുശേഷം എന്തുവായിരിക്കും? അതിനുശേഷം എന്തുവാ? കൈമുത്ത്. കൈമുത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തോ അറിയാം? കൂത്തോമോ ചൊല്ലിയതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് വിശദീകരിക്കാത്തത്. കൈമുത്ത് എവിടുന്ന് തുടങ്ങിയതാ? നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യനും നമ്മുടെ അപ്പോസ്തലനുമായ മാർത്തോമാ ശ്ലീഹായുടെ കൈ വിരലിങ്ങനെ ഒരുമിച്ചിരിക്കുകയായിരുന്നെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇരട്ട എന്നായിരുന്നെന്നും യേശുതമ്പുരാന്റെ വിലാവില് തോമാസ് ശ്ലീഹ ഇങ്ങനെ കൈകളിട്ടു. അന്നേരം ഈ വിരൽ 2ആയെന്നും കർത്താവേശു തമ്പുരാന്റെ ശരീരത്തെ തൊട്ട കൈ ആയതുകൊണ്ട്, റിസറക്റ്റഡ് ജീസസ് ക്രൈസ്റ്റിനെ, ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ തൊട്ട കൈകളായതുകൊണ്ട് ആ കൈകൾ കൂടെ ഇരുന്ന പത്രോസ് അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ള എല്ലാ ശിഷ്യന്മാരും കൈമുത്തിയെന്നും ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് ഞങ്ങളുടെ കൈ കർത്താവേശു തമ്പുരാൻ, എൻ്റെ കൈ സാധാരണ കൈ, വൃത്തിയിട്ട കൈ,
പക്ഷേ ഇത് കർത്താവേശ്വരൻ്റെ കർത്താവേശ്വരൻ തിരുശരീരത്തെ തൊട്ടതായതുകൊണ്ട് ആ കൈകളെ ജനമെല്ലാം എന്തോ ചെയ്യും? മുത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തുകൊള്ളണം, കുർബാന കഴിഞ്ഞ് നമ്മുടെ അപ്പായും അമ്മയൊക്കെ പറയും, മോനെ 10 രൂപ ഇടേണ്ടി ആയതുകൊണ്ട് നമുക്ക് എന്തോ വേണ്ട, കൈ മുത്തണ്ട, നമുക്കങ്ങ് പോയേക്കാം. അങ്ങനെ പോകരുത്. കാരണം കർത്താവേശ്വരൻ്റെ തിരുശരീര രക്തങ്ങളെ ചുംബിക്കുവാനുള്ള വിലയേറിയ അവസരമാണ് അത്. അതുകൊണ്ട് അതും കൂടെ പ്രാപിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു. അവസാനം ജനമെല്ലാം തിരിച്ച് പള്ളിയിൽ നിന്ന് വീട്ടിലോട്ട് പതുക്കെ മൊബൈൽ ഫോൺ എടുത്ത് മിസ് കോളൊക്കെ നോക്കിക്കൊണ്ട് വീട്ടിലോട്ട് പോകും. കണ്ടില്ലേ ചേട്ടാ, ഈ മൊബൈൽ ഫോൺ എടുത്ത് മിസ് കോൾ നോക്കുന്നുണ്ടോ? എത്ര മിസ് കോൾ വന്നതാണ്? സൈലന്റ് ഇട്ടേക്കായിരുന്നു. മറ്റേ നമ്മൾ കുർബാനയ്ക്ക് ബെല്ലൊക്കെ അടിപ്പിക്കുകയല്ലേ. ഇപ്പം അത് വേണ്ട, ചേട്ടൻ സൈലന്റ് ഇട്ടേക്കായിരുന്നു. ചേട്ടൻ എടുത്ത് നോക്കുന്നു മിസ് കോളൊക്കെ എത്ര ഉണ്ടെന്ന്. റെഡി ആയോ? നിർത്താമോ? മനസ്സിലായോ? നിസ്സാരമായിട്ട് 1-2 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി മാത്രം. സ്കൂളിലെ അധ്യാപകനായോണ്ട്, റിവിഷൻ നടത്തുന്നതായോണ്ട് അത്രമാത്രം. വിശുദ്ധ കുർബാന എത്ര ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? 3. ഏതൊക്കെയാ? തുയോബോ, പരസ്യ ശുശ്രൂഷ, അവസാനമായിട്ടുള്ള ഒരു സമാപന ശുശ്രൂഷ. പരസ്യ ശുശ്രൂഷ എത്ര ആയിട്ട് വിഭജിച്ചിരിക്കുന്നു? 2 ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ഏതൊക്കെയാ? വചനത്തിന്റെ ശുശ്രൂഷയും അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷയും. വചനത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഏവൻഗേലിയോൻ വായിച്ച് പ്രമിയോൻ സെതറായൊക്കെ നടത്തി യാചിക്കേണ്ട സമയത്ത് നടത്തിയിരുന്നു. അതിനുശേഷം അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ അത് എത്ര ആയിട്ട് തിരിച്ചേക്കുന്നു? 5 ആയിട്ട് തിരിച്ചേക്കുന്നു. ഏതൊക്കെയാണ്, എവിടെ വരെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, മനസ്സിലായോ? ഇത്രയെങ്കിലും, കുറച്ചെങ്കിലും, ഒത്തിരി ഒന്നും മനസ്സിലായാലും കുറച്ചെങ്കിലും മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ ക്ലാസ്? ഓക്കെ. പ്രത്യേകിച്ച് മത്തായിക്കുന്നിൽ അച്ഛനൊരു പ്രത്യേകതയുണ്ട്. അച്ഛൻ ഒരു ക്ലാസ് ഏൽപ്പിച്ചാൽ അത് എത്രയും പെർഫെക്ഷൻ ആകണം. അതുകൊണ്ടാണ് വൈദിക സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടിയ ഒരു ബ്രദറിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇന്ന് വന്നേ. അദ്ദേഹമാണ് ഇപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ പാട്ടൊക്കെ പാടിയപ്പം കീബോർഡ് പ്ലേ ചെയ്തൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സേവനത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടണോ? ശരി, പ്ലീസ് ഇനി വാ. നല്ല ഒന്നാന്തരമായിട്ട് പാട്ട് പാടും. അതുകൊണ്ട് ഇപ്പം വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന്. ശരി, പരിചയപ്പെട്ടോ. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ കടമ്പനാട് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗമാണ്. ഞാൻ കടമ്പനാട് ഗ്രൂപ്പിൻ്റെ ഓർഗനൈസറായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഒരു എനിക്ക് വേണ്ടി ഒരു താങ്ക്സ് കൊടുത്തേരെ, കൈ അടിച്ചിട്ട്. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെ ഓർക്കണം. നല്ല അച്ഛന്മാരായിട്ട് എത്ര കാലം ദൈവം അനുവദിക്കുന്നു അത്ര കാലവും നല്ല അച്ഛന്മാരായിട്ട് സഭയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഈ ഫോട്ടോസും അതുപോലെ താണ്ട് എന്നെ ഇപ്പം നിങ്ങളെ സ്വാഗതം ആശംസിച്ച വിനുവച്ചൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് തരണമെന്ന്. പക്ഷേ എനിക്കിപ്പം അത്രയും കോപ്പിയൊന്നും തരാനായിട്ട് എൻ്റെ ഇല്ല. ഞാൻ ഒരു കോപ്പി മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണ്ടിയവർക്ക്, എൻ്റെ പേര് റിഞ്ചു പി കോശി എന്നറിയാം. എൻ്റെ ഫോൺ നമ്പറാണ് അവിടെ കൊടുത്തത് 9496321455. എഴുതിയെടുക്കാമോ? എഴുതിയെടുത്തോ. 9496321455. ഇതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ഇമെയിൽ ID തരാമെങ്കിൽ ഇത് നിങ്ങൾക്ക് അന്ന് വൈകുന്നേരം തന്നെ ഇമെയിലിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഇത്രയും പിക്ചേഴ്സ് സഹിതം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി നല്ലതുപോലെ പഠിക്കാനായിട്ട് പറ്റും. ഒരു കാര്യം കൂടി മാത്രം, കുറച്ച് പുസ്തകങ്ങളുടെ പേരുണ്ട്. നമ്മുടെ ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ്റെ ഒരു കുർബാനയെ പറ്റിയുള്ള പഠനമുണ്ട്. അതുപോലെ ബേബി വർഗീസ് അച്ഛൻ്റെ ഒരു കുർബാനയെ പറ്റിയുള്ള പഠനമുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സഹായമാകും. ഏറ്റവും പ്രധാനമായിട്ട് ഇതൊന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവനുള്ള ബലി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ജീവനുള്ള ബലി അതെങ്കിലും വായിക്കാനായിട്ട് ഇടയായി തീർന്നാൽ ഏറ്റവും ഭംഗിയായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് കഴിയും. ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം, ഇത്രയും നല്ല ഒരു ആരാധന ഒരു പക്ഷേ ലോകത്തിലെ ഒരു സഭയ്ക്കും സ്വന്തമല്ല. അത് നമ്മുടെ വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുമ്പം ഈ ഓർമ്മയോടുകൂടി കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഇടയാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാം കൊണ്ടും നല്ലൊരു ക്ലാസ് ആയിട്ട് എനിക്കും തോന്നി. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. നല്ല ഒരു ക്ലാസ് കൈകാര്യം ചെയ്ത ബഹുമാനപ്പെട്ട റിഞ്ചു പി കോശി അച്ഛന് ഔദ്യോഗികമായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടി ജോയലിനെ ക്ഷണിച്ചുകൊള്ളു. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും അരുളി ചെയ്ത ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം.
ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം വിശുദ്ധ കുർബാന ഒരു പഠനം എന്ന വിഷയത്തെപ്പറ്റി നമുക്ക് ക്ലാസ് എടുത്ത രഞ്ജു പി കോശി അച്ഛൻ നന്ദി അർപ്പിക്കുക എന്നതാണ്. വിശുദ്ധ കുർബാനയെ പറ്റി ഇത്രയും നല്ലൊരു ക്ലാസ് കേൾക്കുന്നത് ഇത് പലർക്കും ഇത് ആദ്യമായിട്ടായിരിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് 3 ഭാഗമുണ്ടെന്നും രഹസ്യമായ തൂയോപ ശുശ്രൂഷ, പരസ്യമായ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ, അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് അച്ഛൻ നമുക്ക് ക്ലാസ് എടുത്തത്. ഇത്ര നല്ലൊരു ക്ലാസ് എടുത്ത രഞ്ജു പി കോശി അച്ഛന് ബാലസമാജത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.